प्यारी हिंदी सबसे निराली, मस्ती भरी है बातें ये प्यारी. പ്രിയ കുട്ടികളെ, ഇന്ന് 10ാം ക്ലാസ്സിലെ 3ാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ പാഠവുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. യൂണിറ്റിന്റെ പേര് ദിലോം കാ മിലൻ എന്നാണ്. ഹൃദയങ്ങളുടെ കൂടിച്ചേരൽ. ദിൽ എന്ന് പറഞ്ഞാൽ ഹൃദയം, മിലൻ എന്ന് പറഞ്ഞാൽ കൂടിച്ചേരൽ. ദിലോം കാ മിലൻ എന്നാണ് യൂണിറ്റിന്റെ പേര്. ഈ യൂണിറ്റിലെ ആദ്യത്തെ പാഠം ദില്ലി മേം ഉനീന്തേ എന്ന പാഠമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തുടക്കത്തിൽ മഹാത്മാഗാന്ധി പറഞ്ഞിരിക്കുന്ന ഒരു വചനം കൊടുത്തിരിക്കുന്നത് നമുക്കതൊന്ന് നോക്കാം. ഹമാരാ ഭവിഷ്യ ഇസ് ബാത് പർ നിർഭർ കർത്താ ഹെ കി ആജ് ആപ് ക്യാ കർ രഹേ ഹെ. നമ്മുടെ ഭാവി ഈ കാര്യത്തിൽ ആശ്രയിച്ചിരിക്കുന്നു. ഏത് കാര്യത്തിലാണ്? ഇന്ന് നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ കാര്യത്തെ ആശ്രയിച്ചാണ് നമ്മുടെ ഭാവി. അതായത് കുട്ടികളായ നിങ്ങൾ നല്ലതുപോലെ പഠിച്ച് നല്ല മിടുക്കരാകണമെങ്കിൽ ഇപ്പോൾ നല്ലപോലെ കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ ഭാവിയിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ആളായി മാറുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന സന്ദേശമാണ് മഹാത്മാഗാന്ധി ഈ വാക്യത്തിലൂടെ നമുക്ക് പകർന്നു തരുന്നത്. ചിത്രത്തിൽ കണ്ടോ നിങ്ങൾ? കുട്ടികൾ മുതിർന്നവരെ സഹായിക്കുകയൊക്കെ ചെയ്യുന്നു അല്ലേ? വസ്ത്രങ്ങൾ ദാനം ചെയ്യുന്നു, ഭക്ഷണം കൊടുക്കുന്നു, കണ്ണു കാണാത്തവരെ കൈ. 4 പേരുടെ ചിത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നല്ല പരിചയമുള്ളവരാണ് 4 പേരും. മഹാത്മാഗാന്ധി, മദർ തെരേസ, ബാബ ആൻഡെ, മേധ പട്കർ. ഇനി അവർ ഓരോരുത്തരെയും കുറിച്ച് പറഞ്ഞിരിക്കുന്ന ആ വിവരണം കൂടെ നമുക്കൊന്ന് വായിച്ചു പോകാം. പഹചാൻകർ ലിഖേ ഏ കിൻ കിൻ കെ ബാരെ മേ ഹെ. വായിച്ച് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. ഇതാരെ കുറിച്ചൊക്കെയാണ്? मिशनरीज ऑफ चैरिटी की स्थापना की, जो दुनिया भर में अंधे, वृद्ध और विकलांग लोगों की सेवा करती है. 1979 में नोबेल शांति पुरस्कार और 1980 में भारत रत्न से सम्मानित किया गया. മിഷനറീസ് ഓഫ് ചാരിറ്റിയുടെ സ്ഥാപനം നടത്തി ലോകം മുഴുവനിലുമുള്ള അന്ധരും വൃദ്ധരും വികലാംഗരുമായ ആൾക്കാർക്ക് സേവനം ചെയ്തുകൊണ്ടിരുന്നു. 1979 നോബൽ സമാധാന പുരസ്കാരവും 1980 ഭാരതരത്നം അവാർഡും കിട്ടിയ വ്യക്തി. അത് മറ്റാരുമല്ല, മദർ തെരേസ അല്ലെ? നിങ്ങൾക്ക് ഈ കോളത്തില് മദർ തെരേസ എന്ന് എഴുതാം. രണ്ടാമത്തേത് നർമ്മദ ബച്ചാവോ ആന്തോളൻകി സ്ഥാപക സദസ്യ. നർമ്മദ ബച്ചാവോ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ സ്ഥാപക അംഗം. साल 2000 में टाइम पत्रिका ने 20वीं सदी के 100 नायकों में शामिल किया. 2000 ടൈം പത്രിക 20ാം നൂറ്റാണ്ടിലെ ആദ്യ 100 പേരിൽ ഉൾപ്പെടുത്തിയ വ്യക്തി അതാരാണ്? മേധ പട്കറാണ് അല്ലെ? അറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തകയാണ്. അടുത്തത് അഹിംസ और सत्य के सिद्धांतों पर आधारित आजादी की लड़ाई का नेतृत्व किया. അഹിംസയും സത്യത്തെയും അടിസ്ഥാനമാക്കി സ്വാതന്ത്ര്യത്തിന്റെ സമരം, അതിന് നേതൃത്വം വഹിച്ചു. വിദേശി ബഹിഷ്കാർ അവർ സ്വദേശി പ്രചാർക്ക് പ്രോത്സാഹനം ചെയ്യുക. വിദേശ സാധനങ്ങൾ ബഹിഷ്കരിക്കാനും സ്വദേശത്തെ സാധനങ്ങൾ പ്രചരിപ്പിക്കാനും പ്രോത്സാഹനം നൽകി. അത് മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം ബാപ്പുജി മഹാത്മാഗാന്ധി. കുഷ്ഠരോഗിयों के उपचार पुनर्वास सशक्तिकरण के लिए ആനന്ദവൻ की स्थापना की. കുഷ്ഠരോഗികളുടെ ചികിത്സയ്ക്കും പുനരധിവാസത്തിനും ശാക്തീകരണത്തിനുമായി ആനന്ദവൻ എന്ന് പറയുന്ന സ്ഥാപനം സ്ഥാപിച്ചയാള്. पूरे जीवन में कुष्ठरोगियों, आदिवासियों और मजदूर किसानों के साथ काम करते रहे. ജീവിതം മുഴുവൻ കുഷ്ഠരോഗികൾക്ക് വേണ്ടിയും ആദിവാസികളുടെ ഇടയിലും തൊഴിലാളികളുടെയും കർഷകരുടെ ഇടയിലും ജോലി ചെയ്തു വന്നയാള്. അതാരാണ്? നമുക്കറിയാം, ബാബ ആംഡെ. ഇനി നോക്കൂ, നിങ്ങളുടെ ചിത്രം കാണുമ്പോൾ അറിയാം, ദില്ലി മേം ഉനീന്തേ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഉനീന്തേ എന്ന് പറഞ്ഞാൽ ഉറക്കമില്ലാത്തവർ എന്നാണ്. ഡൽഹിയിൽ ഒത്തിരി പേര് ഉറക്കമില്ലാത്തവരായിട്ടുണ്ട്. അവരിൽ ഒരാളെ കുറിച്ചുള്ള ഒരു ഓർമ്മക്കുറിപ്പാണ് ലേഖിക നമുക്കായിട്ട് പങ്കുവച്ചിരിക്കുന്നത്. ഇതൊരു സംസ്മരൺ ആണ്. സംസ്മരൺ എന്ന് പറഞ്ഞാൽ ഓർമ്മക്കുറിപ്പ്. ലേഖികയുടെ പേര് ഗഗൻ ഗിൽ എന്നാണ്. ഒരു ഓട്ടോയിലെ ലേഖിക യാദൃശ്ചികമായിട്ട് യാത്ര ചെയ്യുമ്പോൾ ഓട്ടോറിക്ഷക്കാരനെ പരിചയപ്പെട്ട് ആ ഓർമ്മ
ഓർമ്മകള് ഒരു സംസ്മരൺ ആയിട്ട് ഓർമ്മക്കുറിപ്പായിട്ട് എഴുതിയിരിക്കുന്ന പാഠമാണ് ദില്ലിനെ മുനീന്തെ. നമുക്ക് ഗഗൻ ഗില്ലിനെ കുറിച്ച് അല്പം ഒന്ന് മനസ്സിലാക്കാം. നോക്കൂ, ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗഗൻ ഗിൽ കാ ജന്മ നയി ദില്ലി മേ ഹുവ. ഡൽഹിക്കാരി തന്നെയാണ്, ന്യൂഡൽഹിയിലാണ് അവരുടെ ജനനം. ഏക് ദിൻ ലൗട്ടേഗി ലഡ്കി അന്ധേരെ മേ ബുദ്ധ് मैं जब तक आई बाहर दिल्ली में मुनींदे അവാഖ് ആദി പ്രമുഖ കൃതിയാം ഹൈ. അവരുടെ പ്രധാനപ്പെട്ട കൃതികളുടെ പേരാണ് ഈ കൊടുത്തിരിക്കുന്നത്. എക് ദിൻ ലൗട്ടേഗി ലഡ്കി, അന്ധേരെ മേ ബുദ്ധ്, मैं जब तक आई बाहर दिल्ली में मुनींदे, അവാഖ്. വേ ഭാരത് ഭൂഷൺ അഗ്രവാൾ പുരസ്കാർ സെ സമ്മാനിത ഹെ. അവർക്ക് ഭാരത് ഭൂഷൺ അഗ്രവാൾ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. ഇനി അവരുടെ ജന്മം എന്താണ്? 19 നവംബർ 1959. 1959 നവംബർ 19 അവര് ജനിച്ചത്. ഇനി നമുക്ക് അവരുടെ ഓർമ്മക്കുറിപ്പിലേക്ക് വരാം. रोज जैसा दिन है, फरवरी की शाम, हवा में ठंडक है, मैं अभी अभी स्वादी से साहित्य अकादमी के कुछ प्रकाशन खरीद कर इस सड़क पर पहुंची हूँ. मंदिर मार्ग पर सड़क सुनसान है. बिरला मंदिर के बाहर 2 ഓട്ടോ खड़े है. ഇവിടെ ഡൽഹിയിൽ കൂടെ യാത്ര ചെയ്യുന്ന അനുഭവമാണ് അവർ വിവരിക്കുന്നത്. റോസ് ജൈസ ദിൻഹെ, അവരുടെ പതിവ് പോലെയുള്ള ഒരു ദിവസം. അവർ ജനിച്ചത് തന്നെ ഡൽഹിയിലാണ് അല്ലെ. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഡൽഹിയിൽ കൂടെയുള്ള യാത്ര എന്ന് പറയുന്നത് പതിവ് പോലെയുള്ള ഒരു യാത്രയാണ്. ഫർവരി കി ശാം, ഒരു ഫെബ്രുവരിയിലെ വൈകുന്നേരം. ഹവാമയം ടണ്ടഗഹെ, ഫെബ്രുവരി മാസത്തിന്റെയൊക്കെ പ്രത്യേകത എന്താണ്? ഡൽഹിയിലൊക്കെ ശൈത്യകാലമാണ്, ഭയങ്കര തണുപ്പുള്ള സമയമാണ് അല്ലെ. ടണ്ടക എന്ന് പറഞ്ഞാൽ തണുപ്പ്. മേ അഭി അഭി സ്വാതി സെ സാഹിത്യ അക്കാദമിക്ക് കുച്ച് പ്രകാശൻ ഖരീദ് കർ ഇസ് സഡക് പർ പഹുഞ്ചി ഹും. അവരിപ്പോഴാണ്, അഭി അഭി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ, അധികം സമയമായില്ല. സ്വാതി എന്ന് പറയുന്ന ഒരു ബുക്ക് സ്റ്റാൾ എന്ന് നമുക്ക് കരുതാം, ആയിരിക്കണം മിക്കവാറും പ്രസിദ്ധമായ ഒരു ബുക്ക് സ്റ്റാൾ ആയിരിക്കണം. സ്വാതി സെ സാഹിത്യ അക്കാദമിക്ക് കുച്ച് പ്രകാശൻ ഖരീദ് കർ ഇസ് സഡക് പർ പഹുഞ്ചി ഹും. സ്വാതിയിൽ നിന്ന് സാഹിത്യ അക്കാദമിയുടെ കുറച്ച് പുതിയ പ്രകാശനം ചെയ്ത പുസ്തകങ്ങൾ വാങ്ങിക്കൊണ്ട് ഈ റോഡിലേക്ക് എത്തിയിരിക്കുകയാണ്. മന്ദിർ മാർഗ് പർ സടക് സുൻസാൻ ഹെ. മന്ദിർ മാർഗ് പർ സടക് സുൻസാൻ ഹെ. മന്ദിർ മാർഗ് എന്ന് പറയുന്ന ആ ഭാഗത്ത് വഴി ഏകദേശം ശൂന്യമാണ്, എന്ന് പറഞ്ഞാൽ വലിയ തിരക്കൊന്നുമില്ല. ബിർള മന്ദിർ കെ ബാഹർ 2 ഓട്ടോ ഖടേ ഹെ. അവർ കാണുന്ന എന്താണ്? ബിർള മന്ദിർ, വളരെ പ്രസിദ്ധമാണ് ഡൽഹിയിലെ ബിർള മന്ദിർ അല്ലെ. ആ ബിർള മന്ദിറിന്റെ പുറകിലായിട്ട് 2 ഓട്ടോ ഖടേ ഹെ, 1-2 ഓട്ടോകള് ഇങ്ങനെ ഓടാൻ റെഡി ആയിട്ട് നിൽക്കുന്നു. അതാണ് ഖടേ ഹൈ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഏക് സെ മേ പൂച്ച്തി ഹും ചൽനാ ഹെ, ബൈഠിയെ വഹു കഹതാ ഹെ, ഞാൻ ഗിർത്തിപ്പെടുത്തി അപ്നി കിതാബേം സീറ്റ് പർ ജമാത്തി ഹും. ഒരാളോട് ഞാൻ ചോദിച്ചു, ചൽനാ ഹെ, ഓടാൻ കിടക്കുന്നതാണോ? ബൈഠിയെ ഓ കഹതാ ഹെ, ഇരുന്നോളൂ, കയറിക്കോളൂ. നമ്മുടെ നാട്ടിലാണായാലും അങ്ങനെയാണല്ലേ, കയറിക്കോളൂ എന്ന് പറയും. ഇവിടെ ഹിന്ദി പറയുമ്പോൾ ബൈഠിയെ, ഇരുന്നോളൂ. ഓ കഹതാ ഹെ, मैं ഗിർത്തിപ്പെടുത്തി അപ്പനെ കിതാബേം സീറ്റ് പർ ജമാത്തി ഹും. അവര് അവരുടെ പുസ്തകങ്ങൾ വാങ്ങിക്കൊണ്ട് വരുന്ന വഴിയായിരുന്നു അവരല്ലേ. ആ പുസ്തകങ്ങൾ വളരെ ബുദ്ധിമുട്ടി സീറ്റിലേക്ക് അതൊന്ന് കൂട്ടിച്ചേർത്ത് വെക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഏറെ പുസ്തകങ്ങൾ കാണുമായിരിക്കാം, അല്ലെങ്കിൽ കയ്യിലായിരിക്കാം ആ പുസ്തകങ്ങൾ പിടിച്ചിരുന്നത്. അപ്പോൾ താഴേക്ക് വീഴാതെ വളരെ ശ്രമിച്ച് സീറ്റിലേക്ക് ആ പുസ്തകങ്ങൾ അടുക്കി വെക്കുന്നു. ജമാന എന്ന് പറഞ്ഞാൽ ചേർത്ത് വെക്കുക, അടുക്കി വെക്കുക എന്നാണ്. ഉസെ ചലനമേ അഭി ദേർ ഹെ. ലേഖിക ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോക്കാരന് പോകാനായിട്ട് അല്പം താമസമുണ്ട്. उसके शरीर की हरकत में एक अजीब सी थकान है. वो अपनी सीट के नीचे से निकालकर एक गंदा उधड़ा आधी बाह का पूरा स्वेटर पहन रहा है. धीरे धीरे, अभी मेरा ध्यान उसके चेहरे की तरफ नहीं गया. उसे मैं बाद में देखूंगी ऑटो के ड्राइविंग आईने में, जिसमें उसकी आंखें और भी धम सी दिखेंगी और चेहरे की हड्डियां और भी उभरी. उसके चेहरे पर भूख और बीमारी के अलावा एक और चीज दिखेगी. अभी मुझे उसका नाम नहीं मालूम. आने वाले दिनों में मैं उसके लिए बिल्कुल सटीक शब्द ढूंढ पाऊंगी, लेकिन अभी नहीं, यह बाद में होगा. ഇനി എന്താണ് അവർ പറയുന്നത് നോക്കൂ. ഉസെ ചലനമേ അഭി ദേർ ഹെ. ആ ഓട്ടോയ്ക്ക് പോകാൻ അല്പം താമസമുണ്ട്. കാരണം എന്താണ്? ഓട്ടോറിക്ഷക്കാരനാണ് പോകാനുള്ള താമസം.
उसके शरीर की हरकत में एक अजीब सी थकान है. അവന്റെ ആ ശരീരം, അതിന്റെ ഒരു ചേഷ്ട കണ്ടാലേ അറിയാം, അതിന്റെ ആകെ കൂടിയുള്ള ഒരു രൂപം കണ്ടാലേ അറിയാം. ഹർക്കത്ത് എന്ന് പറഞ്ഞാൽ ചേഷ്ട രൂപം എന്നാണ്. एक अजीब सी थकान है, ഒരു ഭയങ്കരമായ ക്ഷീണം ആ ശരീരത്തിനുണ്ട് എന്ന് പറഞ്ഞാൽ ഓട്ടോക്കാരൻ ഭയങ്കരമായ ക്ഷീണം അനുഭവപ്പെടുന്ന ഒരാളാണെന്നുള്ളത് ലേഖികയ്ക്ക് കണ്ടപ്പോഴേ മനസ്സിലായി. അജീബ് സി ഥകാൻ ഹെ, ഒരു സാധാരണ ക്ഷീണമല്ല, വളരെ വിചിത്രമായ ഒരു ക്ഷീണമാണ്. സാധാരണ ക്ഷീണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഓട്ടോ ഓടി ഓടി മടുക്കുമ്പോഴൊക്കെ ഡ്രൈവർമാര് ആ മടുത്ത മട്ടിലൊക്കെ കിടക്കും അല്ലെ, ഓട്ടോയിൽ ചാരി കിടക്കും. അത് അങ്ങനെയുള്ള ഒരു ക്ഷീണമല്ല, മറിച്ച് വളരെ ഭയങ്കരമായ ഒരു ക്ഷീണമാണ് അവിടെ കണ്ടത്. अपनी सीट के नीचे से निकाल कर एक गंधा उधड़ा आदि बाहु का पूरा स्वेटर पहन रहा है. ഓട്ടം ഓടുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ സീറ്റിന്റെ താഴെ നിന്ന് എന്താ എടുക്കുന്നത് നോക്ക്. ഏക്ക് ഗന്ധ, ഒരു മുഷിഞ്ഞ, അതുപോലെ തന്നെ ഉധട, ഉധട എന്ന് പറഞ്ഞാൽ ഫട്ടാഹുവ എന്നാണ്, കീറിയ, മുഷിഞ്ഞതാണ്, കീറിയതാണ്. പിന്നെ എങ്ങനെയാണ്, ആദി ബാഹുക, പകുതി കൈ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ മുഴുവൻ കൈ ഇല്ല ഇതിന്. ആദി ബാഹുക പൂരാ സ്വെറ്റർ പഹൻ രഹാഹെ, ബ്രൗൺ നിറത്തിലുള്ള ഒരു സ്വെറ്റർ എടുത്ത് ഇടുകയാണ്. പകുതി, അതായത് ഷർട്ടിന് മുകളിൽ ഇങ്ങനെ ഹാഫ് കൈയുള്ള സ്വെറ്റർ ഡൽഹിയിലൊക്കെ ഉള്ളവര് ഇടുന്നത് സ്ഥിരം പതിവാണ് തണുപ്പ് കാലത്ത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്വെറ്ററാണ് ഇയാളും ഇടുന്നത്. പക്ഷെ അതിന്റെ പ്രത്യേകത എന്താണ്, അത് വളരെ മുഷിഞ്ഞതാണ്, അത് കീറാൻ തുടങ്ങിയതാണ്, അതുപോലെ മുഴുവൻ കൈയില്ല. അത് എങ്ങനെയാണ് ഇടുന്നത്, ധീരെ ധീരെ, വളരെ സാവകാശം. അഭി മേരാ ധ്യാൻ ഉസ്കെ ചേഹ്രേക്ക് തരഫ് നഹീം ചെയ്യാം. ഇനി ലേഖിക പറയുന്നത്, ഇതൊക്കെ ഇട്ടോണ്ടിരിക്കുമ്പോൾ ഈ മനുഷ്യൻ ഈ സ്വെറ്ററൊക്കെ ധരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അയാളെ നോക്കിയില്ല. മേരി ധ്യാൻ ഉസ്കെ ചേഹ്രേക്ക് തരഫ് നഹീം ചെയ്യാ, എന്റെ ശ്രദ്ധ അവന്റെ മുഖത്തേക്ക് പോയില്ല. ഉസനെ ബാദമേൻ ദേഖുങ്കി, കാരണം എന്താണ്, ഞാൻ അവനെ പിന്നീട് കണ്ടോളാം. എങ്ങനെയാ കാണുന്നത്, ഓട്ടോക്കെ ഡ്രൈവിംഗ് ആയിനേനെ, ആ ഓട്ടോയിൽ കയറി ഇരുന്നു കഴിഞ്ഞാൽ അതിന്റെ മുമ്പോട്ട് നോക്കുമ്പോൾ അവിടെ ഒരു കണ്ണാടി വെച്ചിട്ടുണ്ടല്ലേ, ആ കണ്ണാടിയിൽ കൂടെ നമുക്ക് ഡ്രൈവർമാരുടെ മുഖം കാണാനായിട്ട് പറ്റും. ലേഖികയും അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇവരിപ്പോൾ പുസ്തകം അടുക്കി വെക്കുന്ന തിരക്കിലാണ്, അതുകൊണ്ട് അയാളെ അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല. ഇങ്ങനെ ചിന്തിക്കുകയാണ്, അയാളെ കാണാം, ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുമ്പോൾ കണ്ണാടിയിൽ കൂടെ കാണാമല്ലോ. ജിസ്മേ ഉസ്കി ആംഖേം ഓർ ഭി ധംസി ദിഖേഗി, ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന് കാണുമ്പോൾ എന്താണ് പ്രത്യേകത, ലേഖിക പറയാണ്, ജിസ്മേ ഉസ്കി ആംഖേം ഓർ ഭി ധംസി ദിഖേഗി, ആ കണ്ണാടിയിൽ കൂടെ കാണുമ്പോൾ സാധാരണ കാണുന്നതിലും കുഴിഞ്ഞായിരിക്കും അവന്റെ കണ്ണുകൾ കാണപ്പെടുന്നത്. കണ്ണു കുഴിയുക എന്ന് പറഞ്ഞാൽ എന്താണ്, ക്ഷീണത്തിന്റെ ലക്ഷണമാണ് അല്ലെ. ധംസി എന്ന് പറഞ്ഞാൽ കുഴിഞ്ഞ്. അവർ ചേഹരയ്ക്ക് ഹഡിയാം ഔർഫി ഉഫരി, അതുപോലെ തന്നെ മുഖത്തെ ഉള്ള അസ്ഥികള്, മുഖത്തെ എല്ലുകളൊക്കെ ഒന്നുകൂടെ തെളിഞ്ഞു കാണാം. നേരെ കാണുന്നതിലും കൂടുതൽ തെളിഞ്ഞു കാണുന്നത് കണ്ണാടിയിൽ കൂടെ കാണുമ്പോഴാണ് എന്ന് പറയണം. മുഖത്തെ അസ്ഥികൾ തെളിഞ്ഞു കാണുക എന്ന് പറഞ്ഞാൽ അയാൾ അത്രയധികം മെലിഞ്ഞിരിക്കുന്നു, ക്ഷീണിച്ചിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. उसके चेहरे पर भूख और बीमारी के अलावा एक और चीज ही दिखेगी, അവന്റെ മുഖത്ത് ഭൂഖ് और बीमारी के अलावा एक और चीज ही दिखेगी, വിശപ്പ്, ദാരിദ്ര്യം, ഇത് രണ്ടും കൂടാതെ മറ്റൊരു കാര്യം കൂടെ അവന്റെ മുഖത്തൊന്നും വായിച്ചെടുക്കാനായിട്ട് പറ്റും. സാധാരണഗതിയില് വിശപ്പും ദാരിദ്ര്യമാണ് വായിച്ചെടുക്കാൻ പറ്റുന്നത്. പക്ഷെ ഇയാളുടെ മുഖത്തുനിന്ന് മറ്റൊരു കാര്യം കൂടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. एक और चीज दिखेगी, अभी मुझे उसका नाम नहीं मालूम, എനിക്കിപ്പം അത് പറയാനായിട്ട് പറ്റില്ല. ആ മുഖത്ത് കാണുന്ന ആ ഭാവം അതെന്താണെന്ന് എനിക്കിപ്പം പറയാനായിട്ട് പറ്റില്ല. മുझे उसका नाम नहीं मालूम, എനിക്കതിന്റെ പേരറിയില്ല. आने वाले दिनों में मैं उसके लिए बिल्कुल सटीक शब्द ढूंढ पाऊंगी, ആ ഒരു മനോഭാവം അല്ലെങ്കിൽ ആ ഒരു ദൃശ്യത്തിന് വരും ദിവസങ്ങളിൽ ഞാൻ ഉചിതമായ ഒരു ശബ്ദം കണ്ടുപിടിക്കും. അതായത് ഓട്ടോ ഡ്രൈവറുടെ മുഖത്തെ ആ ഭാവം, അതിനുവേണ്ടി അത് വിവരിക്കാൻ വേണ്ട ഉചിതമായ വാക്ക് ലേഖികയ്ക്ക് കിട്ടുന്നില്ല. ലേഖിക പറയാണ്, വരും ദിവസങ്ങളിൽ ഞാൻ അതിനു വേണ്ട ഉചിതമായ ഒരു ശബ്ദം കണ്ടുപിടിക്കും. ടൂണ്ട് പാവൂങ്കി എന്ന് പറഞ്ഞാൽ എനിക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ലേക്കിൻ അഭിനഹി, പക്ഷേ ഇപ്പോൾ പറ്റില്ല. യഹ് ബാദ്മേ ഹോഗ, തീർച്ചയായിട്ടും അത് ഞാൻ പിന്നീട് ചെയ്യുന്നതായിരിക്കും. വഹ് ചൽത്താ ഹെ, ഓട്ടോ ചലത്തെ ഹി ഉസ്കി ഖാംസി ശുരു ഹോ ജാത്തി ഹെ, मालूम नहीं उसे ठंड लग रही है या हम ट्रैफिक की दमखोंडों के बीचों बीच आ गए हैं। हमने 2 मोड़ पार कर लिए हैं, लेकिन न उसकी खांसी रुकती है न उसका ऑटो। उसके बाद ही मैं उसका चेहरा देखती हूँ ड्राइविंग आईने में। वो चलता है, അവൻ ഓട്ടോ ഓടിക്കാൻ തുടങ്ങി. ഓട്ടോ ചലത്തെ ഹി ഉസ്കി ഖാംസി ശുരു ഹോ ജാത്തി ഹെ, ഓട്ടോ ഓടാൻ തുടങ്ങി, അപ്പോൾ തന്നെ അവൻ ചുമയ്ക്കാനും തുടങ്ങി. ഖംസി എന്ന് പറഞ്ഞാൽ ചുമ എന്നാണ്.
मालूम नहीं मुझसे ठंड लग रही है या हम ट्राफिक की दमघोटों के बीचों बीच आ गए हैं. എനിക്ക് മനസ്സിലാവുന്നില്ല അവൻ തണുപ്പ് അനുഭവിക്കുന്നുണ്ടോ, തണുപ്പ് അവനെ അധികമായിട്ട് ബാധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതോ ഹം ട്രാഫിക്ക് ദംഘോട്ടൊക്കെ ബീച്ചും ബീച്ച് ആകെയേ, ഞങ്ങൾ ട്രാഫിക്കിന്റെ ഗതാഗത കുരുക്കിന്റെ ഇടയിൽ പെട്ടുപോയതാണോ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നിൽക്കുന്നുണ്ട്. ചുമ കൂടുമ്പോഴാണ് അയാള് ഈ ഓട്ടോ ഓടിക്കുന്നത്, നിർത്തുന്നത്. ലേഖിക പറയാണ് എനിക്ക് മനസ്സിലാവുന്നില്ല, തണുപ്പ് കാരണം അവന്റെ ചുമ കൂടുന്നുണ്ട് അവൻ ഓട്ടോ ഇടയ്ക്കിടയ്ക്ക് നിർത്തുന്നതാണോ, അതോ ഗതാഗത കുരുക്കിൽപ്പെട്ട് ഞങ്ങൾ താമസിക്കുന്നതാണോ എന്നെനിക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് ലേഖിക പറയുന്നത്. ഹംനെ ദോ മൂഡ് പാർ കർ ലിയേ ഹെ, എങ്ങനെയെങ്കിലും ആകട്ടെ ഞങ്ങൾ 2 വളവ് കടന്നു എന്ന് പറഞ്ഞാൽ റോഡിന്റെ 2 വളവാണ് ഉദ്ദേശിക്കുന്നത്. 2 വളവ് റോഡിൽ കൂടെ ഞങ്ങൾ കടന്നുപോയി. ലേക്കിൻ ന ഉസ്കി ഖാംസി രുക്തി ഹെ ന ഉസ്കാ ഓട്ടോ, इसके बाद ही मैं उसका चेहरा देखती हूँ ഡ്രൈവിംഗ് ആയിനെ. ലേക്കിൻ ന ഉസ്കി ഖാംസി രുക്തി ഹെ ന ഉസ്കാ ഓട്ടോ, 2 വളവ് കടന്നു പോയിട്ടും അയാളുടെ ചുമയിൽ നിന്നില്ല, അതുപോലെ തന്നെ അയാളുടെ ഓട്ടോയിൽ നിന്നില്ല. ഇസ്കെ ബാദ് ഹി മേ ഉസ്കാ ചെഹ്റ ദേഖ്തി ഹും, ഇതിനു ശേഷമാണ് ഞാൻ അവന്റെ മുഖത്തേക്ക് നോക്കുന്നത്. ഡ്രൈവിംഗ് ഐനേമേ, അതും എങ്ങനെയാണ് കാണുന്നത്? ഡ്രൈവിംഗ് ഐനേമേ, ഡ്രൈവിംഗിന്റെ കണ്ണാടിയിൽ കൂടെയാണ് ലേഖിക അയാളുടെ മുഖം ആദ്യമായിട്ട് കാണുന്നത്. അയാളോട് ചോദിക്കാണ്, ഖാംസി കബ് സേ ഹേ മേ പീछे बैठी पूछती हूं होगी कोई 10-12 साल से, ഈ ചുമ എന്ന് തുടങ്ങിയതാണ്? സാധാരണ ഇതിൽ നീണ്ട ചുമ എന്ന് പറയുമ്പോൾ ക്ഷയരോഗമൊക്കെ ഉള്ളവർക്കാണ് അങ്ങനെ നീണ്ട ചുമയുള്ളത് അല്ലേ. അപ്പൊ ലേഖികക്ക് അങ്ങനെ വല്ല സംശയം തോന്നിക്കാണും, അതായിരിക്കും അവർ ചോദിക്കുകയാണ്, ഇത് ഖാംസി കപ്സേഹെ, ഈ ചുമ തുടങ്ങിയിട്ട് എത്ര കാലമായി? ഞാൻ പീछे बैठी पूछती हूं, ഞാൻ പുറകിൽ ഇരുന്നുകൊണ്ട് ചോദിച്ചു. होगी 10-12 साल से, ഏകദേശം 10-12 വർഷമായിട്ട് എനിക്കിതുണ്ട്, ആയി കാണും, 10-12 വർഷമായി കാണും ചുമ തുടങ്ങിയിട്ടെന്ന് അദ്ദേഹം പറയുന്നു. കിസി ഡോക്ടർക്കോ നഹി ദിഖായ, ഡോക്ടർമാരെ ഒന്നും കാണിച്ചില്ലേ? അതിന് മറുപടി നോക്കി, പൈസ ഫീത്തോ ചാഹിയെ ഉസ്കെ ലിയേ, അതിന് പൈസ വേണ്ടേ? ഹമാരി ബാത് ടൂട്ട് ജാത്തി ഹെ, അങ്ങനെ ഞങ്ങളുടെ സംഭാഷണം നിന്നു. സടക്ക് കെ ദോനോം ഓർ ട്രാഫിക് ജാ രഹാ ഹെ, സാരി ദുനിയ കാരി വ്യാപാർ में लगी है, रुपये का सिक्का सबको दौड़ रहा है, किसी के हिस्से में कम किसी के हिस्से में ज्यादा, उसका दम फिर फूल रहा है. പൈസയുടെ കാര്യം പറഞ്ഞു വന്നപ്പോഴേക്കും ലേഖികക്ക് മറുപടി ഒന്നും പറയാനില്ല അല്ലെ. പറയണ ഹമാരി ബാത് ടൂട്ട് ജാത്തി ഹെ, അങ്ങനെ ഞങ്ങളുടെ സംഭാഷണം മുറിഞ്ഞു. സടക്ക് കെ ദോനോ മോർ ട്രാഫിക് ജാ രഹാ ഹെ, ആ വഴിയുടെ റോഡിന്റെ 2 സൈഡിലും ട്രാഫിക്കാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. സാരി ദുനിയ കാര്യ വ്യാപാരം ലഗി ഹെ, അത് കണ്ടിട്ട് ലേഖിക പറയാണ്, ലോകം മുഴുവൻ എന്തെങ്കിലും കാര്യത്തിൽ മുഴുകിയിരിക്കുന്നു. കാര്യ വ്യാപാരമേ ലഗി ഹെ, ഒന്നുകിൽ എന്തെങ്കിലും കാര്യത്തിൽ അല്ലെങ്കിൽ വ്യാപാരങ്ങൾ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളിൽ മുഴുകിയിരിക്കുന്നു. കാര്യവ്യാപാരം എന്ന് പറഞ്ഞാൽ പ്രവൃത്തികൾ എന്നുള്ള അർത്ഥത്തിലാണ്. ലഗി ഹെ രൂപയേക്ക സിക്ക സബ്കോ ദൗഡ രഹാ ഹെ, നാണയം, രൂപയുടെ നാണയങ്ങളാണ് എല്ലാവരെയും ഇങ്ങനെ ഓടിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പണമാണ് ഇങ്ങനെ എല്ലാവരും ഓരോരോ ജോലികൾ ചെയ്ത് ഓടി നടക്കാനുള്ള കാരണം. കിസി കെ ഹിസ്സേ മേ കം, ചിലരുടെ അക്കൗണ്ടിൽ കുറച്ചേ ഉള്ളൂ. കിസി കെ ഹിസ്സേ മേ സ്യാദ, ചിലരുടെ അക്കൗണ്ടിൽ കൂടുതലുണ്ട്. എന്ന് പറഞ്ഞാൽ എല്ലാവരും കഷ്ടപ്പെടുന്നുണ്ട്, പക്ഷേ പണം അക്കൗണ്ടിൽ വരുമ്പോഴേക്കും കുറച്ചു പേർക്ക് അക്കൗണ്ടിൽ തുക കുറവാണ്, കുറച്ചു പേരുടെ അക്കൗണ്ടിൽ വളരെ വലിയ തുകകളും കാണപ്പെടുന്നു. ഉസ്കാ ദം ഫിർ ഫൂൽ രഹാ ഹെ, ഇനി എന്താണ് ലേഖി പറയുന്നത്? ഉസ്കാ ദം ഫിർ ഫൂൽ രഹാ ഹെ, അവന് വീണ്ടും ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. എന്ന് പറഞ്ഞാൽ ചുമച്ച് ആ ഓട്ടോറിക്ഷക്കാരന് വീണ്ടും ശ്വാസം മുട്ടുന്നത് പോലെ ലേഖിക്ക് തോന്നുകയാണ്. ഉസ്കാ ദം ഫിർ ഫൂൽ രഹാ ഹെ, ദം ഫൂലിന എന്ന് പറഞ്ഞാൽ ശ്വാസം മുട്ടുക എന്നാണ്. വലത്തെ സൈഡിൽ ഒരു ചോദ്യമുണ്ട്, रुपये का सिक्का सबको दौड़ रहा है, किसी के हिस्से में कम किसी के हिस्से में ज्यादा, इससे आपने क्या समझा? രൂപ അല്ലെങ്കിൽ നാണയമാണ് എല്ലാവരെയും ഓടിക്കുന്നത്, ചിലരുടെ അക്കൗണ്ടിൽ കുറവ്, ചിലരുടെ അക്കൗണ്ടിൽ കൂടുതൽ. ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? ഞാൻ പറഞ്ഞു കഴിഞ്ഞു അല്ലെ, ചിലർക്ക് കഷ്ടപ്പെട്ടാലും പൈസ ഉദ്ദേശിക്കുന്ന പോലെ കിട്ടണമെന്നില്ല, ചിലർക്ക് കിട്ടുകയും ചെയ്യും. ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത്, आप दिल्ली कब आए थे?
വീണ്ടും ലേഖിക ചോദ്യം, മുറിഞ്ഞുപോയ ചോദ്യം തുടരുകയാണ്. നിങ്ങൾ എന്നാണ് ഡൽഹിയിലേക്ക് വന്നത്? അതിന് ഉത്തരം പറയുന്നു 1979 में 1979 ഡൽഹിയിലേക്ക് വരുന്നത്. ഘർ കഹാം ഹെ ആപ്കാ, എവിടെയാണ് താങ്കളുടെ വീട്? അതിന്റെ ഉത്തരവാണ് വളരെ രസകരമായിട്ടുള്ളത്. യഹി ഹെ, ഇതാണ് എന്റെ വീട്. ഓ മുझे ഓട്ടോ കെ ആയിനെ മേം സെ ദേഖ്താ ഹെ, ഇത് പറയുമ്പോൾ ആ ഓട്ടോറിക്ഷക്കാരൻ ആ ഓട്ടോയുടെ കണ്ണാടിയിൽ കൂടി ലേഖികയെ ഒന്ന് നോക്കുകയാണ്. ജോം ഘർ ആയ മേഘമാൻ കോ ദേഖ് രഹാ ഹെ, ആ നോട്ടം കണ്ടാൽ ലേഖിക്ക് എന്താ തോന്നിയത്? വീട്ടിൽ വരുന്ന ഒരു അതിഥിയെ നോക്കുന്നത് പോലെ തോന്നി. എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, നമ്മൾ വീട്ടിലേക്ക് അതിഥികൾ വരുമ്പോൾ അവരെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്താണ് സ്വീകരിച്ചിരുത്തുന്നത്, അല്ലേ? അപ്പോൾ ഓട്ടോറിക്ഷക്കാരന്റെ വീട് എന്ന് പറയുന്നത് ആ ഓട്ടോറിക്ഷ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ അതിൽ ആൾക്കാർ കയറുമ്പോൾ അയാൾക്ക് തോന്നുന്നത് എന്താണ്? അയാളുടെ വീട്ടിലേക്ക് ആൾക്കാർ അതിഥിയായിട്ട് എത്തുന്നു. അതായത് തന്റെ ഓട്ടോയിൽ കയറുന്ന ആ ആൾക്കാരെ ആ ഓട്ടോറിക്ഷക്കാരൻ എങ്ങനെയാണ് കരുതുന്നത്? അതിഥികളെ പോലെയാണ് കരുതുന്നതെന്നാണ് ലേഖിക പറയുന്നത്. ആപ്ക മതലബ് ഹേ ആപ് തബ്സെ സടക്ക് പർ ഹി ഹേ, ഇതാണ് എന്റെ വീട് എന്ന് പറയുമ്പോൾ ലേഖിക വീണ്ടും ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് പറയുന്നത്? നിങ്ങളപ്പോൾ 1979 ഡൽഹിയിലേക്ക് വന്നതെന്ന് പറഞ്ഞു, അല്ലെ? അന്നു മുതൽ വഴിയിലാണോ ഉറങ്ങുന്നത്? തബ്സെ സടക്ക് പർ ഹി ഹേ, അന്നു മുതൽ നിങ്ങൾ റോഡിലാണോ എന്ന് പറഞ്ഞാൽ അന്നു മുതൽ നിങ്ങൾ റോഡിലാണോ ജീവിക്കുന്നത്? ഉത്തരം നോക്കൂ. ഹാം, അതെ. യാനി ഉസെ ബിനാ സോയെ 14 സാൽ ബീത്ത് ഹേ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുന്നത്? അവന് ഉറക്കമില്ലാതെ ഏതാണ്ട് 14 വർഷം കടന്നുപോയിരിക്കുന്നു. मैं एक तो बता सकती हूँ कि वो गरीब है, कि उसके पास पूरे कपड़े नहीं है, कि वो किसी भी ऐसे व्यक्ति जैसा लगता है जो फाके का अभ्यस्त हो, लेकिन बेखर तो वह कहीं से नहीं लगता. एक പറയാണ്, यानी उसे बिना सोए 14 साल बीत गए, അവന് ഉറക്കമില്ലാതെ ഏതാണ്ട് 14 വർഷത്തോളം കഴിഞ്ഞു. മേഹത്തോ ബദാ സക്തി ഹും കി വോ ഗരീബ് ഹേ, അയാളെ കാണുമ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ കഴിയും ഒറ്റ നോട്ടത്തിൽ. എന്താണ്? ഓ ഗരീബ് ഹേ, അവനൊരു ദരിദ്രനാണ്. കി ഉസ്കെ പാസ് പൂരെ കപ്പടേ നഹി ഹേ, അവന്റെ അടുത്ത് മുഴുവൻ വസ്ത്രങ്ങളില്ല. മുഴുവൻ വസ്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ വസ്ത്രങ്ങൾ എന്നുള്ള അർത്ഥത്തിലാണ്. അവിടെ മുഴുവൻ വസ്ത്രങ്ങൾ എന്ന് പറയുമ്പോൾ സ്വെറ്റർ ഉൾപ്പെടെ വേണം, അല്ലേ? കമ്പിളി, സ്വെറ്റർ ഒക്കെ വേണം തണുപ്പ് കാലമായതുകൊണ്ട്. പൂരെ കപ്പടേ നഹി ഹേ, അതൊന്നും അവന്റെ കയ്യിലില്ല. कि वो किसी भी ऐसे व्यक्ति जैसा लगता है जो फाके का अभ्यस्त हो, അവനെ കണ്ടാൽ ഇങ്ങനെ തോന്നും, അതായത് ഇങ്ങനെ ഒരു വ്യക്തിയാണ് അയാള്, പട്ടിണി പരിശീലിച്ചിട്ടുള്ള ഒരാളാണ് അയാളെന്ന് അയാളെ കണ്ടാലേ തോന്നും. അപ്പൊ കിസി ഭി ഐസെ വ്യക്തി ജൈസ ലഗ്താ ഹെ, ഇങ്ങനെ ഒരു വ്യക്തിയായിട്ടാണ് അയാൾ കാണപ്പെടുന്നത്. അതായത് ഫാക്കെ കാ അഭ്യസ്തു ഹോ, ഫാക്കെ കാ അഭ്യസ്തം എന്ന് പറഞ്ഞാൽ പട്ടിണി ശീലിച്ചിട്ടുള്ള ആളാണ് അയാളെന്ന് കണ്ടാലേ എനിക്ക് പറയാനായിട്ട് സാധിക്കും. ലേക്കിൻ ബേക്കർത്തവഹ് കഹീം സെ നഹി ലഗ്താ, പക്ഷെ വീടില്ലാത്തവനാണെന്ന് അയാളെ കണ്ടാൽ എനിക്ക് ഒരിക്കലും തോന്നിയിരുന്നില്ല. आपका मतलब आप इस 3 फीट लंबी पिछली सीट पर सोते हैं, എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ വെറും ഈ 3 അടി മാത്രം നീളമുള്ള ഈ പുറകിലത്തെ സീറ്റിലാണോ ഉറങ്ങുന്നത്? ഓട്ടോയുടെ സീറ്റിന്റെ നീളമാണോ, അല്ലെ? 3 അടി നീളമൊക്കെ ഏകദേശം ഓട്ടോയ്ക്കുള്ളൂ. ഈ സീറ്റിലാണോ നിങ്ങൾ ഉറങ്ങുന്നത്? ഹാ. അതിന് ഉത്തരം അദ്ദേഹം ഹാ എന്ന് പറയുന്നത്. ഹാ എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ പറയുന്നത് ശരി, അതെ. ഓർ ആപ്കി ചീസേ, അപ്പൊ നിങ്ങളുടെ വസ്തുവകളൊക്കെയോ? അതിന് ഉത്തരം നോക്കൂ. ഉൻ പർ ആപ് ബൈട്ടി ഹേ, അതിന്റെ മുകളിലാണ് നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ ഇരിക്കുന്ന സീറ്റിന്റെ അടിയിൽ ആണ് അദ്ദേഹത്തിന്റെ വസ്തുവകളൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത്. ഓ ബതാത്താ ഹേ കി ജിസ് സീറ്റ് पर मैं बैठी हूं उसके नीचे उसका बक्सा है जिसमें एक कंबल है, एक जोड़ी कपड़े है और एक कटोरा है. कटोरा पानी पीने के काम भी आता है और खाना रखने की. അപ്പൊ എന്തൊക്കെയാണ് ആ സീറ്റിന് അടിയിലുള്ളത്? ഓ ബതാത്താ ഹേ കി ജിസ് സീറ്റ് पर मैं बैठी हूं उसके नीचे उसका बक्सा है. അദ്ദേഹം പറഞ്ഞു ഏത് സീറ്റിലാണോ ഞാൻ ഇരിക്കുന്നത് അതിനടിയിൽ അദ്ദേഹത്തിന്റെ ഒരു ബോക്സ് ഉണ്ട്. ബക്സ എന്ന് പറഞ്ഞാൽ ബോക്സ്. ജിസ്മേക്ക് കമ്പൽ ഹേ, ആ ബോക്സിലുള്ള വസ്തുക്കൾ എന്തൊക്കെയാണ്? അതിലൊരു കമ്പിളിയുണ്ട്. एक जोड़ी कपड़े हैं, ഒരു ജോഡി വസ്ത്രങ്ങളുണ്ട്. और एक कटोरा है, ഒരു കിണ്ണമുണ്ട്, ഒരു പാത്രമുണ്ട്. കട്ടോര പാനി പീനേക്ക് കാം ഭി ആത്താ ഹെ और खाना रखने के भी. ആ കിണ്ണം അല്ലെങ്കിൽ പാത്രം വെള്ളം കുടിക്കാനോ ഉപയോഗിക്കും, ഭക്ഷണം വയ്ക്കാനായിട്ടോ അല്ലെ കഴിക്കാനായിട്ടും ഉപയോഗിക്കും. എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് പോലും വെള്ളം കുടിക്കാനായിട്ട് വേറെ ഇല്ല. ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനൂടെ ആകെക്കൂടെ ഉള്ളത് ഒരു കിണ്ണമാണ്. അടുത്ത ചോദ്യം, ആ ഖാന കഹാൻ കാത്തേ ഹേ, നിങ്ങളപ്പോൾ എവിടുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്? കിസി ഭി ടാബേ മേ,
വയ്ക്കാനും വിളമ്പാനും ഒന്നും സ്ഥലമില്ലല്ലേ. അപ്പോൾ അടുത്തുള്ള ഏതെങ്കിലും ഒരു ചെറിയ ചായക്കട പോലെയുള്ള കടയിൽ നിന്ന് കഴിക്കുന്നു. തട്ടുകട, ടാബേ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ തട്ടുകടയാണ്. കിസി ഭി ടാബേ മേ, ഏതെങ്കിലും ഒരു ചെറിയ കടയിൽ നിന്നാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. ചെറിയ ഭക്ഷണശാലയ്ക്കാണ് ടാബ എന്ന് പറയുന്നത്. और ബാത്റൂം കെലിയെ, അപ്പോൾ നിങ്ങൾ ബാത്റൂമിൽ പോകാനായിട്ട് എന്ത് ചെയ്യും? പബ്ലിക് ശൗചാലയ, പബ്ലിക് ആയിട്ടുള്ള ശൗചാലയങ്ങൾ, കക്കൂസുകൾ ഉണ്ട് അല്ലെ. പൊതുജനങ്ങൾക്ക് വേണ്ടി ബസ് സ്റ്റാൻഡുകളിലും ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള പബ്ലിക് ശൗചാലയങ്ങളിലാണ് ഇദ്ദേഹം പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോകുന്നത്. നഹാമേ നഹി കഹീം ഭി ലേത്താ, ഞാൻ എവിടെ വെച്ച് വേണമെങ്കിലും കുളിക്കും. സടക്ക് കെ കിനാരെ കിസി ഭി നൽ പർ, മിക്കവാറും റോഡ് സൈഡിലുള്ള ഏതെങ്കിലും ഒരു പൈപ്പിൽ നിന്ന് വെള്ളം പിടിച്ചായിരിക്കും കുളിക്കുന്നത്. സടക്ക് കെ കിനാരെ കിസി ഭി നൽ പർ, നൽ എന്ന് പറഞ്ഞാൽ പൈപ്പ്. അക്സർ പഞ്ചകുയ്യാം റോഡ് പർ നഹാത്താഹും, മിക്കവാറും ഞാൻ പഞ്ചകുയ്യാം റോഡിലാണ് കുളിക്കുന്നത്. പഞ്ചകുയ്യാം റോഡിൽ ഒരുപക്ഷെ പൈപ്പ് കാണുമായിരിക്കും. അതും എന്നാണ്? ഇത്തവാർക്കേ ദിൻ, ഞായറാഴ്ച ദിവസം മാത്രം. ഓ ജഗ ടേക്ക് ഹേ വഹാ മേരെ ജയ്സെ കൈ ലോഗ് ആത്തെ ഹേ, ആ സ്ഥലം കുളിക്കാനൊക്കെ നല്ല സ്ഥലമാണ്. കാരണം എന്താണ്? അവിടെ എന്നെ പോലെ വീടില്ലാത്തവരായിട്ടുള്ള ധാരാളം ആൾക്കാര് വരാറുണ്ട്. അപ്പൊ ഞായറാഴ്ച ഒരു ദിവസമാണ് മിക്കവാറും കുളിക്കുന്നത്. അതും റോഡ് സൈഡിലുള്ള ഒരു പൈപ്പിൽ നിന്ന് വെള്ളം പിടിച്ചാണ് കുളിക്കുന്നത്. मेरा घर आ गया है, उसका मीटर देखती हूँ तो शक होता है कि रास्ते में कहीं अटक तो नहीं गया था. उससे पूछती हूँ आपका मीटर ठीक तो है ना. അങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ അവരുടെ വീട്ടിലെത്തിച്ചേർന്നു, ലേഖികയുടെ വീട്ടിലെത്തിച്ചേർന്നു. ഉസ്ക മീറ്റർ തോ ദേഖ്തി ഹും തോ ശക് ഹോത്താ ഹെ, അദ്ദേഹത്തിന്റെ മീറ്ററിൽ നോക്കി, പൈസ കൊടുക്കുന്നത് പട്ടണങ്ങളിലൊക്കെ മീറ്ററിൽ നോക്കിയാണ് അല്ലെ. മീറ്ററിൽ നോക്കി പൈസ കൊടുക്കാനിരിങ്ങിയപ്പോൾ ലേഖികയ്ക്ക് ഒരു സംശയമുണ്ടായി. എന്താണ്? ഈ രാസ്തമേം കഹീം അടുക്കത്തോ നഹിങ്കയ, പഴയ ഓട്ടോറിക്ഷ ഒക്കെ ആണല്ലോ അല്ലെ. അപ്പൊ വന്ന വഴി ഓടിക്കൊണ്ടിരുന്നപ്പോൾ ഈ മീറ്റർ എങ്ങാനും നിന്നു പോയോ എന്ന് പറഞ്ഞാൽ ദൂരം വളരെ കുറവേ ആയിട്ട് അതിൽ രേഖപ്പെടുത്തിയതായിട്ടാണ് ലേഖികയ്ക്ക് തോന്നുന്നത്. അടക്തോ നഹീം ഗയാഥ, അടക്ന എന്ന് പറഞ്ഞാൽ നിന്നു പോകുന്നതാണ്. ഉസുസെ പൂസ്തീഹും ആപ്ക മീറ്റർ ടീക്ക് തോ ഹെന, അതോടെ ലേഖിക ചോദിച്ചു, നിങ്ങളുടെ മീറ്റർ ശരിയാണല്ലോ അല്ലെ. वो कहता है जी बिल्कुल ठीक, पिछले 6 साल से 1 पैसे का फर्क नहीं. അദ്ദേഹം ഓർത്ത് കൂടുതലായി എന്നുള്ള രീതിയിലായിരിക്കും ചോദിക്കുന്നതെന്ന്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ജി ബിൽക്കുൽ ടിക് സർ, ഇത് തികച്ചും ശരിയാണ്. പിछले 6 साल से 1 पैसे का फर्क नहीं, കഴിഞ്ഞ 6 വർഷമായിട്ട് 1 പൈസയുടെ പോലും വ്യത്യാസം ഈ മീറ്ററിൽ കാണിച്ചിട്ടില്ല. മീറ്ററിൽ കാണിക്കുന്ന തുക എന്താണോ അത് മാത്രമേ ഞാൻ വാങ്ങാറുള്ളൂ, വ്യത്യാസമൊന്നും കാണിച്ചിട്ടില്ല. उधरते उधरते उससे पूछती हूँ सुनिए क्या हम कल किसी समय मिल सकते हैं. അപ്പൊ വീട്ടിലേക്കുള്ള വഴിയിൽ ഇറങ്ങിക്കൊണ്ട്, ഉതർത്തെ എന്ന് പറഞ്ഞാൽ ഇറങ്ങിക്കൊണ്ട്, ഉസുസെ പൂछती हूँ, ലേഖിക അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, സുനിയെ ക്യാ ഹം കൽ കിസി സമയം മിൽ സക്തേ ഹേ, ഞാൻ ചോദിക്കുന്നതുകൊണ്ടൊന്നും തോന്നരുത്, നമുക്ക് നാളെ ഏതെങ്കിലും ഒരു സമയം ഒന്ന് കാണാനായിട്ട് പറ്റുമോ? സുനിയെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ വിളിക്കുകയാണ്. കേട്ടാലും എന്നാണ് വാക്കിന്റെ അർത്ഥം. പക്ഷെ ഹിന്ദി ഭാഷയിൽ നമ്മൾ പറയാൻ, ഒരാളോട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് സുനിയെ. ക്യാ ഹം കൽ കിസി സമയം മിൽ സക്തേ ഹേ, നമുക്ക് നാളെ ഏതെങ്കിലും ഒരു സമയം ഒന്ന് കാണാനായിട്ട് പറ്റുമോ? ക്യോ ഓ ജാനന ചാഹത്താ ഹേ, എന്തിനാണ്? അദ്ദേഹത്തിന് അത് അറിയാനായിട്ട് ആഗ്രഹിക്കുന്നു. മേ ആപ്കെ ബാരെ മേ സബ് ജാനന ചാഹത്തേ ഹും, ലേഖിക ഉള്ള കാര്യം തുറന്നു പറയാണ്, എനിക്ക് നിങ്ങളെ കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയണം, അതിന് ഞാൻ ആഗ്രഹിക്കുന്നു. ആപ്കെ ബാരെ മേ സബ് ജാനന ചാഹത്തേ ഹും, എല്ലാ കാര്യവും നിങ്ങളെ കുറിച്ച് അറിയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോ അതിന് മറുപടിയായിട്ട് അദ്ദേഹം പറയാണ്, ഉസ്സേ കുച്ച് ഹോഗാ ക്യാ ക്യാ ഉസ്കെ ബാദ് സർക്കാർ മേരെ ലിയേ കുച്ച് കരേഗി. അപ്പൊ അദ്ദേഹം ചോദിക്കാണ്, ഉസ്സേ കുച്ച് ഹോഗാ, എന്നെ കുറിച്ച് അറിഞ്ഞിട്ട് എന്ത് കാര്യം? അതുകൊണ്ട് എന്തെങ്കിലും നടക്കുവോ? അതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? നമ്മൾ മലയാളത്തിൽ ചോദിക്കില്ലേ, അത് തന്നെയാണ് ഉസ്സേ കുച്ച് ഹോഗാ. ലേഖക തിരിച്ചു ചോദിച്ചു, ക്യാ, എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അപ്പൊ അദ്ദേഹം വീണ്ടും ചോദിക്കാണ്, ക്യാ ഉസ്കെ ബാദ് സർക്കാർ മേരെ ലിയേ കുച്ച് കരേഗി, നിങ്ങളെ ഞാനുമായിട്ട് സംസാരിച്ചതിന് ശേഷം സർക്കാർ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുവോ എന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തെ പോലെയുള്ള പാവപ്പെട്ട ഓട്ടോറിക്ഷക്കാര് സർക്കാർ എന്തെങ്കിലും അവർക്ക് വേണ്ടി, വീടില്ലാതെ ജീവിക്കുന്നവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്നൊരു പ്രതീക്ഷ അവരുടെ ഉള്ളിലുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത്. ക്യാ ഉസ്കെ ബാദ് സർക്കാർ മേരെ ലിയേ കുച്ച് കരേഗി, ജനത സർക്കാർ സെ ക്യാ ക്യാ ഉമ്മീദൻ രഖ്തി ഹൈ, ജനങ്ങൾ സർക്കാരിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്? സ്വസ്ഥമായി ജീവിക്കാനുള്ള ഒരു സ്ഥലവും ഒരു വീടും, അതൊക്കെ സർക്കാരിൽ നിന്ന് ജനങ്ങളെ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലെ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. तो कह नहीं सकते लेकिन अगर आप बात करने के लिए हाँ करे तो
कम से कम आम लोगों को आपके जीवन के बारे में पता चलेगा. അപ്പൊ ലേഖിക പറഞ്ഞു യഹ്തോ കഹനഹി സക്തി, അതെനിക്ക് പറയാൻ പറ്റില്ല, സർക്കാർ നിങ്ങളെ സഹായിക്കുമല്ലയോ എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ലേക്കിൻ അഗർ ആ ബാത് കർണേക്ക് ലിയേ ഹാം കരെ, പക്ഷെ എന്നോട് സംസാരിക്കാൻ നിങ്ങൾ യെസ് പറയുവാണെങ്കിൽ तो कम से कम आम लोगों को आपके जीवन के बारे में पता चलेगा. കുറഞ്ഞ പക്ഷം സാധാരണക്കാർക്ക് നിങ്ങളെ പോലെയുള്ളവരുടെ ജീവിതത്തെക്കുറിച്ച് ഒരറിവ് ലഭിക്കും. കംസേ കം എന്ന് പറഞ്ഞാൽ കുറഞ്ഞ പക്ഷം, ആം ലോക് സാധാരണക്കാര്, आपके जीवन के बारे में पता चलेगा. पता चलना എന്ന് പറഞ്ഞാൽ വിവരം ലഭിക്കും. അതായത് സാധാരണക്കാരായ ആൾക്കാർക്ക് ഒരുപക്ഷെ ഡൽഹിയിൽ ജീവിക്കുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഏറിയ പങ്കും ഇതുപോലെ വീടില്ലാതെ ജീവിക്കുന്നവരാണ് എന്നൊന്നും അറിയില്ല. അപ്പൊ അവരുടെ ആ ജീവിതം ഇന്നത്തെ കാലത്താണെ അറിയാം. 1979 കാലഘട്ടത്തിലൊക്കെ നമുക്ക് നോക്കൂ, ഇന്നത്തെ പോലെ വാർത്താ വിനിമയ സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ അത് സാധാരണക്കാരായ ആൾക്കാർക്ക് ഇതിനെക്കുറിച്ചൊന്നും വലിയ വിവരമൊന്നും അക്കാലത്ത് ഇല്ലായിരുന്നു. ആകപ്പാടെ പത്രങ്ങളിൽ കൂടെ വരുന്ന ഒരു ന്യൂസാണ് സാധാരണക്കാർ വായിക്കുന്നത്. പത്രങ്ങളിൽ ഇത്രയ്ക്കിത്രയല്ലേ എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ അതേ സാധാരണക്കാരെ അറിയുന്നുണ്ടായിരുന്നുള്ളൂ. അതാണ് ലേഖിക ഉദ്ദേശിക്കുന്നത്. അവർ ആപ്കോ ക്യാ മിലേഗ, ഞാനുമായിട്ട് സംസാരിക്കുന്നത് വഴി നിങ്ങൾക്ക് എന്താണ് ലഭിക്കുന്നത്? मैं अपना काम कर रही होऊंगी, मैं റേഡിയോ के लिए പ്രോഗ്രാം ബനാ रही हूं. അവര് പറയുന്നു ഞാൻ എന്റെ ജോലി ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. मैं റേഡിയോ के लिए പ്രോഗ്രാം ബനാ रही हूं, ഞാൻ റേഡിയോയ്ക്ക് വേണ്ടി പ്രോഗ്രാം തയ്യാറാക്കുന്ന ആളാണ്, അതിനുവേണ്ടി പ്രോഗ്രാം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ കുറിച്ചുള്ള വാർത്ത റേഡിയോയിൽ കൂടെ പ്രക്ഷേപണം ചെയ്യാനാണ് ലേഖിക ഉദ്ദേശിക്കുന്നത്. ठीक है, मैं समझ रहा हूं. ആ ശരി, എനിക്കിപ്പോൾ മനസ്സിലായി. आपके पास की कोई ताकत नहीं है, आप ही मेरे जैसी है. मैं रोड पर सवारी ढूंढता हूँ और आप कहानी. अगर मेरी कहानी सुनने से आपका काम होता है तो मैं आ जाऊंगा. ഓട്ടോ ഓടിക്കുന്ന ആളാണെങ്കിലും നല്ല എന്താണ് ദാർശനിക ചിന്താഗതിയുള്ള ആളാണ് അല്ലേ. എന്താ പറയുന്നത് നോക്കി, आपके पास भी कोई ताकत नहीं है. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, നിങ്ങൾക്കും പവറില്ല. आपके पास भी कोई ताकत नहीं है, നിങ്ങൾക്കും പവറില്ല. आप ही मेरे जैसी है, നിങ്ങളും എന്നെ പോലെ തന്നെയാണ്. ഞാൻ റോഡ് पर സവാരി ढूंढता हूं, ഞാൻ റോഡിലിറങ്ങി ആൾക്കാരെ, യാത്ര ചെയ്യുന്ന ആൾക്കാരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു, യാത്രക്കാരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അവർ ആ കഹാനി, നിങ്ങളാണെങ്കിൽ റോഡിലിറങ്ങി എന്തന്വേഷിക്കുന്നു? കഥ അന്വേഷിക്കുന്നു. അപ്പൊ രണ്ടുപേരും റോഡിലിറങ്ങി അന്വേഷിക്കുകയാണ് അല്ലെ. ഒരാൾ അന്വേഷിക്കുന്നത് സവാരി ചെയ്യാനുള്ള ആൾക്കാരെ അന്വേഷിക്കുന്നു, ഒരാൾ അന്വേഷിക്കുന്നത് കഥ അന്വേഷിക്കുന്നു. അഗർ മേരി കഹാനി സുനനെ സേ ആപ്കാ കാം ഹോത്താ ഹെ തോ മേം ആ ജാഊംഗ. എന്റെ കഥ കേൾക്കുമ്പോൾ നിങ്ങളുടെ ജോലി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വന്നിരിക്കും. മേം ആ ജാഊംഗ, ഞാൻ തീർച്ചയായിട്ടും വരും. കിത്തനെ ബജെ, എത്ര മണിക്ക് നിങ്ങൾ വരുമെന്ന് ചോദിക്കണം. സുബഹ് 10 ബജെ, രാവിലെ 10 മണിക്ക് എത്തും. അച്ഛ, വളരെ നല്ലത്. അഗലെ ദിൻ വോ ആതാ ഹെ മേരെ ഘർ, करीब 5.5 फीट ऊंची उसकी दुबली काया बड़े कमरे के दरवाजे पर ही सिकुड़ जाती है. वो सोफा पर नहीं फर्श पर बैठ जाता है. പറഞ്ഞതുപോലെ തന്നെ അഗലെ ദിൻ വഹാത്താ ഹെ, അടുത്ത ദിവസം അയാൾ വന്നു. മേരെ ഘർ, ലേഖികയുടെ വീട്ടിലേക്ക്. करीब 5.5 फीट ऊंची उसकी दुबली काया बड़े कमरे के दरवाजे पर ही सिकुड़ जाती है. ഏതാണ്ട് 5.5 അടി ഉയരം മാത്രമേ ഉള്ളൂ അയാളുടെ ശരീരത്തിന്. 5.5 അടി ഉയരം മാത്രമുള്ള അയാളുടെ ആ മെലിഞ്ഞ ശരീരം. ദുബലി കായ, കായ എന്ന് പറഞ്ഞ ശരീരം എന്നാണ്. ബഡേ കമരേക്ക് ദർവാസെ पर ही സികുड़ जाती है. ലേഖികയുടേത് വലിയ വീടാണ് അല്ലെ. ആ വലിയ വീടിന്റെ വാതിൽക്കൽ വന്നപ്പോഴേ ആ ഒരു ശരീരത്തിന് ഒരു എന്താണ് സങ്കോചം തോന്നി. അതായത് വലിയ വീട്ടിലേക്ക് തന്നെ പോലെയുള്ളവർ എങ്ങനെയാണ് പ്രവേശിക്കുന്നത് എന്നുള്ള ഒരു മടി, അതാണ് സികുട് ജാത്തി ഹെ. ദർവാസെ पर ही സികുട് ജാത്തി ഹെ. വാതിലിനപ്പുറം നിൽക്കുവാണ്, വാതിലിനിപ്പുറം കടക്കാനായിട്ട് തന്നെ ഒരു മടി, അതാണ് ദർവാസെ पर ही സികുട് ജാത്തി ഹെ. വാതിൽക്കൽ വന്നപ്പോൾ തന്നെ ആ ശരീരം അകത്തേക്ക് കടക്കാനായിട്ട് മടിച്ചു എന്ന് പറഞ്ഞാൽ അയാള് അകത്തേക്ക് കടക്കാനായിട്ട് മടിച്ചു. ഓ സോഫാ पर नहीं फर्श पर बैठ जाता है. അവസാനം ഉള്ളിലേക്ക് വന്നു, പക്ഷേ അയാൾ സോഫയിൽ ഇരിക്കാൻ തയ്യാറായില്ല, നിലത്താണ് ഇരിക്കുന്നത്. ഫർഷ് पर बैठ जाता है, നിലത്തിരിക്കുന്നു. मुझे यहीं बैठा रहने दीजिए, मैं आपका सोफा गंदा नहीं करना चाहता. എന്നെ ഇവിടെ ഇരിക്കാൻ അനുവദിച്ചാലും ഞാൻ നിങ്ങളുടെ സോഫ മുഷിഞ്ഞതാക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ അയാൾക്ക് തന്നെ അറിയാം, അയാള് കുളിക്കുന്നത് ആഴ്ചയിലൊന്നാണ്, മുഷിഞ്ഞ വസ്ത്രങ്ങളാണ് ധരിക്കുന്നത്, മാറി ധരിക്കാൻ പോലും അയാൾക്ക് വസ്ത്രങ്ങളില്ല. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയൊക്കെ ഉണ്ടല്ലേ. അപ്പൊ ആ മുഷിഞ്ഞ വസ്ത്രങ്ങൾ കൊണ്ട് ഇത്രയും വലിയ വീട്ടിലെ ഒരു സോഫായിലിരുന്ന് ആ സോഫയും കൂടെ വൃത്തികേടാക്കാൻ അയാൾ ആഗ്രഹിക്കുന്നില്ല എന്ന് തുറന്നു പറയാണ്. മുച്ചേഹിയും ബൈഠാ രഹനെ ദീജിയെ,
मैं आपका सौभाग्य गंदा नहीं करना चाहता. मैं कल की अपनी जान पहचान के नाते उसे दोस्ताना मुस्कान देती हूँ. उसके शरीर में, चेहरे पर, हाथ पाँव में इतनी सारी नीली रेखें है, मैंने पहले नहीं देखा था. वो बैठता है तो जैसे सारी भूख प्यास उसके साथ बैठ जाती है. ഇനി ആ ഇരിപ്പിനെ ലേഖിക വർണ്ണിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കൂ. मैं कल की अपनी जान पहचान के नाते उसे दोस्ताना मुस्कान देती हूँ. ഒരു ദിവസത്തെ പരിചയമുള്ളവർ തമ്മിൽ അല്ലേ, ഇന്നലെ ഓട്ടോയിൽ പോയപ്പോൾ ഉണ്ടായ പരിചയമാണ്. അപ്പൊ പറയാണ് मैं कल की अपनी जान पहचान के नाते, ഞാൻ ഇന്നലത്തെ പരിചയത്തിന്റെ പേരിൽ, കൽക്കി അപ്നി ജാൻ പഹചാൻ കെ നാത്തെ, ഞാൻ ഇന്നലത്തെ പരിചയത്തിന്റെ പേരിൽ ഉസെ ദോസ്താന മുസ്കാൻ ദേത്തി ഹും, ഞാൻ ഒരു സൗഹൃദ ചിരി അവന് സമ്മാനിക്കുകയാണ്. उसके शरीर में, चेहरे पर, हाथ पाँव में इतनी सारी नीली रेखें है. അതിനുശേഷം ആ ഓട്ടോക്കാരന്റെ ശരീരത്തിലേക്ക് ലേഖിക ഒന്ന് സൂക്ഷിച്ചു നോക്കി. അപ്പൊ കാണുന്നത് എന്താണ്? उसके शरीर में, അവന്റെ ശരീരം മുഴുവൻ, ചെഹരേപ്പർ, മുഖം മുഴുവൻ, ഹാത് പാവുമേ, കയ്യിലും കാലിലും, ഇത്തിരി സാരി നീലി രേഖയും കൈ, മുഴുവൻ നീല നിറത്തിലുള്ള ഞരമ്പുകളാണ്. ഞരമ്പുകൾ നീല നിറത്തിലാകുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഞരമ്പുകളിൽ കൂടെ ശുദ്ധരക്തം ഓടുന്നില്ല അല്ലെ, രക്തം ഒട്ടും ഇല്ലാത്ത അവസ്ഥയിലാണ് ഞരമ്പ് നീല നിറത്തിൽ കാണപ്പെടുന്നത് അല്ലെ. അപ്പൊ അദ്ദേഹത്തിന്റെ ശരീരത്തിലെ എല്ലാ ഞരമ്പുകളും എഴുന്നു നിൽക്കുന്നു, അതിലെല്ലാം നീല നിറമാണ് കാണുന്നത്. എന്ന് പറഞ്ഞാൽ ശരിയായ പോഷണം ലഭിക്കാതെ ഉള്ള ആ ഒരു അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. രഗ എന്ന് പറഞ്ഞാൽ ഞരമ്പുകൾ എന്നാണ് കേട്ടോ. അപ്പൊ ആ ഞരമ്പുകളെല്ലാം നീല നിറത്തിലാണ് കാണപ്പെടുന്നത്. രഗയും ഹൈം. മേനെ പകലേ നഹീം ദേഖാത, ഞാൻ ഇങ്ങനെ ഒരിക്കലും മുമ്പൊരാളെ ഈ രീതിയിൽ കണ്ടിട്ടില്ല. ഓ ബെട്ടാഹേത്തോ ജൈസെ സാരി ഭൂക് പ്യാസ് ഉസ്കെ സാത്ത് ബൈഠ് ജാത്തി ഹെ. ഇപ്പൊ വന്നപ്പോഴും നല്ല വിശന്ന് ഒക്കെയാണ് വരുന്നത് അല്ലെ. അപ്പൊ അയാളെ നിലത്തിരിക്കുമ്പോ ലേഖിക്ക് തോന്നുകയാണ് അയാൾ മാത്രമല്ല നിലത്തിരിക്കുന്നത്, അയാളുടെ കൂടെ അയാളുടെ വിശപ്പും ദാഹവും കൂടെയാണ് നിലത്തേക്ക് ഇരിക്കുന്നതെന്ന് തോന്നുന്നു. കുച്ച് ചായ് വകേര ലേങ്കെ, ലേഖിക ഉടനെ തന്നെ ചോദിക്കുകയാണ്, ഞാൻ അല്പം ചായയും പലഹാരങ്ങളും ഒക്കെ കൊണ്ടുവരട്ടെ. ഓ കുച്ച് ചിജക്ത കുച്ച് ശർമാത്ത ഹെ, ഫൈൻഡി മേരെ ഹാർഡ്വാർഡ് കെ ദിനോ കാ സാഥി അപ്നാ ടേപ്പ് റിക്കോർഡർ ലഗാ രഹാ ഹെ. ഈ ചോദ്യം കേട്ടപ്പോഴേ ഓ കുച്ച് ചിജക്ത, അവനൊന്ന് മടിച്ചു. ചായ കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചപ്പോ തന്നെ ഒന്ന് സങ്കോചം, ഒരു മടി കാണിച്ചു. കുച്ച് ശർമാത്ത ഹെ, അല്പം ഒരു നാണക്കേട് പോലെ തോന്നി. എന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിലെ പാത്രങ്ങളൊക്കെ ഉപയോഗിച്ച് മുഷിഞ്ഞിരിക്കുന്ന ഈ മനുഷ്യൻ ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യുന്നത് അവർക്ക് ഇഷ്ടപ്പെടുമോ എന്നൊരു മടിയും പേടിയും ഒക്കെ തോന്നുകയാണ്. സൈൻഡി മേരെ ഹാർവാർഡ് കെ ദിനോങ്ക സാധി, ഇവര് ഹാർവാർഡ് സർവകലാശാലയിൽ പഠിച്ച വ്യക്തിയാണ്. ആ പഠിച്ച സമയത്ത് അവരുടെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരൻ ആണ് സൈൻഡി. അപ്പനാ ടേപ്പ് റെക്കോർഡർ ലഗാ രഹാ ഹെ, സൈൻഡി ഇവനുമായിട്ടുള്ള സംഭാഷണം റെക്കോർഡ് ചെയ്താണ് റേഡിയോയിൽ കേൾപ്പിക്കേണ്ടതല്ലേ. ഇന്നത്തെ പോലെ വീഡിയോ ഇല്ലല്ലോ, ഓഡിയോ റെക്കോർഡിംഗ് ആണ്. അപ്പോൾ ടേപ്പ് റെക്കോർഡർ ഇദ്ദേഹമായിട്ടുള്ള സംഭാഷണം പിടിക്കുന്നതിന് വേണ്ടി ഓൺ ചെയ്യുവാണ്. അപ്പന ടേപ്പ് റെക്കോർഡർ ലഗാ രഹാ ഹെ, അതൊക്കെ ഒന്ന് ഹിറ്റ് ചെയ്യുന്നു. ചിത്രത്തിൽ കണ്ടോ ടേപ്പ് റെക്കോർഡർ വെച്ചോണ്ടിരിക്കുന്നത്. ലാറ്റിൻ അമേരിക്കക്കെ ദേശം കെ ബാദ് യഹ് പഹല മൗക്ക ഹെ, ആദ്യം ഇവര് ഹാർവാർഡ് സർവകലാശാലയിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ലാറ്റിൻ അമേരിക്കൻ പ്രദേശങ്ങളിലാണ് ചുറ്റി നടന്ന് ജോലി ചെയ്തിരുന്നത്. അതിനുശേഷം ആദ്യത്തെ അവസരമാണ്, ഇന്ത്യയിലേക്ക് വന്നതിന് ശേഷമുള്ള ആദ്യത്തെ അവസരമാണ്. പഹല മൗക്ക ഹെ, മൗക്ക എന്ന് പറഞ്ഞാൽ അവസരം. ജബ് ഉസ്കാ വാസ്ത തീസരി ദുനിയാ കെ ദേശ് കി ഗരീബി സെ പഠ് രഹാ ഹെ. ഇപ്പം ഈ റേഡിയോ പ്രോഗ്രാം അതിന്റെ ഉദ്ദേശം എന്താണ്? തീസരി ദുനിയാ കെ ദേശ് കി ഗരീബി സെ പഠ് രഹാ ഹെ, മൂന്നാം ലോക രാഷ്ട്രങ്ങൾ എന്നറിയപ്പെടുന്ന രാഷ്ട്രങ്ങളിലെ ദാരിദ്ര്യത്തിലേക്ക് ഫോക്കസ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ റേഡിയോ പ്രോഗ്രാം ചെയ്യുന്നവര്. അതായത് ആദ്യമൊക്കെ തെക്കേ അമേരിക്കൻ പ്രദേശങ്ങളാണ് ഫോക്കസ് ചെയ്തിരുന്നത്, ഇപ്പം മൂന്നാം ലോക രാഷ്ട്രങ്ങളിലേക്കാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഇത് 1979 കാലമാണ് കേട്ടോ. ഇന്ന് നമുക്ക് ഇന്ത്യ മൂന്നാം ലോക രാഷ്ട്രം എന്നൊന്നും പറയത്തില്ല, ഇന്ത്യ വികസിത രാജ്യമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത് അല്ലെ. അന്നൊക്കെ ഇന്ത്യ മൂന്നാം ലോക രാഷ്ട്രങ്ങളിൽപ്പെട്ട ഒരു രാജ്യമായിരുന്നു. സ്വാതന്ത്ര്യം നേടിയിട്ട് അധികം നാളൊന്നും ആയില്ല, വികസനങ്ങളൊന്നും ഇന്ത്യയിൽ അധികം ഉണ്ടായിട്ടില്ലായിരുന്നു. ദാരിദ്ര്യമൊക്കെ നല്ലതുപോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് തീസരി ദുനിയാക്കെ ദേശ് കി ഗരീബി സെ പഠ് രഹാ ഹെ എന്ന് പറഞ്ഞിരിക്കുന്നത്. മൂന്നാം ലോക രാഷ്ട്രങ്ങളിൽ ഉൾപ്പെട്ട രാജ്യങ്ങളിലെ ആ ദാരിദ്ര്യത്തെ സൂചിപ്പിക്കുന്നതിനാണ് കൂടുതലും പ്രോഗ്രാം ചെയ്തിരുന്നത്. हम भारत में अमेरिका के नेशनल पब्लिक रेडियो के लिए अन्न और भूख श्रृंखला के प्रोग्राम बना रहे थे. കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഭാരതത്തിൽ അമേരിക്കയിലെ നാഷണൽ പബ്ലിക് റേഡിയോയ്ക്ക് വേണ്ടി വിശപ്പും ദാഹവും എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം, ഒരു ശൃംഖലയാണ്. ശൃംഖല എന്ന് പറഞ്ഞാൽ പരമ്പര,
അങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇവരിവിടെ വന്നിരിക്കുന്നത്. പല രാജ്യങ്ങൾ, തെക്കേ അമേരിക്കൻ രാജ്യങ്ങളിലാണ് ആദ്യം ആ പ്രോഗ്രാം ചെയ്തിരുന്നത്. ഇപ്പോൾ അത് ഭാരതത്തിലേക്ക് വന്നിരിക്കുകയാണ് അവര്. അന്നവർ ഭോഗ് ശൃംഖലാക്കിയ പ്രോഗ്രാം ബനാ രഹേത്തെ, ആ ശൃംഖലയിലെ ഒരു പ്രോഗ്രാം ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കി മുച്ചേ ഓട്ടോ ഡ്രൈവർ തക്രാകയ, ആ പ്രോഗ്രാം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഗവേഷണങ്ങളും പഠനങ്ങളും ഒക്കെ നടത്തുന്നതിനാണ് ലേഖിക പുസ്തകങ്ങളും ഒക്കെ എടുക്കുന്നത് അല്ലെ. അതിനിടയിലാണ് അവർക്ക് ഈ ഓട്ടോ ഡ്രൈവറിനെ കണ്ടുമുട്ടിയത്. ടക്കരാഗയ എന്ന് പറഞ്ഞാൽ മിൽന എന്നാണ്, കിട്ടിയത്. अब हम उसकी नींद के बारे में जानना चाहते हैं, അസംഭവ നീന്ത് കെ ബാരെ में. അപ്പൊ ആദ്യമായിട്ട് അയാളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് അയാളുടെ ഉറക്കത്തെ കുറിച്ചാണ്. अब हम उसकी नींद के बारे में जानना चाहते हैं, എങ്ങനെയാണ് അയാൾ ഉറങ്ങുന്നത്? കൊടും തണുപ്പത്ത് ഓട്ടോറിക്ഷയിൽ കിടന്ന് ഉറങ്ങുന്ന ഒരു കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കുക അല്ലെ. റൂമിന്റെ ഉള്ളിൽ റൂം ഹീറ്റർ വെച്ച് ഉറങ്ങിയാൽ പോലും, കിൽറ്റ് എന്ന് പറയുന്ന പുതപ്പ് വെച്ച് പുറച്ചുകൊണ്ട് ഉറങ്ങിയാൽ പോലും വിറയ്ക്കുന്ന ഒരു സമയമാണ് ഫെബ്രുവരി മാസം. അതും ഡൽഹിയിലെ ആ സമയങ്ങളൊക്കെ, തണുപ്പുകാലം എന്ന് പറയുന്നത്. അപ്പോൾ ഓട്ടോറിക്ഷയിൽ കിടന്നുറങ്ങുന്ന ആ മനുഷ്യന്റെ ഉറക്കത്തെ കുറിച്ച് അറിയാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നു. अब हम उसकी नींद के बारे में जानना चाहते हैं, അസംഭവ നീന്ത് കെ ബാരെ में. അസംഭവം എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ. അങ്ങനെ ഉറങ്ങുക എന്നുള്ളത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇമ്പോസിബിൾ ആണ്, അസംഭവമാണ്. അങ്ങനെയുള്ള ഉറക്കത്തെ കുറിച്ച് അറിയാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. मैं चाय बना लाती हूँ ताकि हम शुरुआती अटपटेपन में से निकल सके. ലേഖിക പറഞ്ഞു, ഞാനിപ്പോൾ തന്നെ ചായ എടുത്തോണ്ട് വരാം. താക്കി ഹം ശുരുവാത്തി അട്പടേപ്പൻ മേം സെ നികൽ സകെ. ഏത് കാര്യമാണെങ്കിലും തുടക്കത്തിൽ ഒരു അസ്വസ്ഥത ഉണ്ടല്ലോ അല്ലെ. പരസ്പരം പരിചയപ്പെടുകയൊക്കെ ചെയ്യുന്നതിന് മുന്നേ സംസാരിക്കുമ്പോൾ ഒരു അടുപ്പക്കുറവ്, ഒരു അസ്വസ്ഥത അനുഭവപ്പെടും. അപ്പൊ ആ ഒരു അസ്വസ്ഥത മാറുന്നതിന് വേണ്ടി അവര് ചായ ഉണ്ടാക്കിക്കൊണ്ട് വരാനായിട്ട് പോയി. ചായ ഉണ്ടാക്കിക്കൊണ്ട് വന്നു. താക്കി ഹം ശുരുവാത്തി അട്പടേപ്പൻ സെ നികൽ സകെ, ഞങ്ങൾ തുടക്കത്തിലുള്ള ആ ഒരു അസ്വസ്ഥതയിൽ നിന്ന് പുറത്തു കടക്കുന്നതിന് വേണ്ടി, എന്ന് പറഞ്ഞാൽ ആ പരിചയക്കുറവെന്ന് മാറുന്നതിന് വേണ്ടി. നാം ക്യാ ഹേ ആപ്കാ, എന്താണ് താങ്കളുടെ പേര്? രാജാറാം, അദ്ദേഹത്തിന്റെ പേര് രാജാറാം എന്നാണ്. ഘർ കഹാം ഹേ, എവിടെയായിരുന്നു വീട്? ഉന്നാവ്, യുപി മേ, യുപിയിലെ ഉന്നാവിലായിരുന്നു വീട്. ഓട്ടോ ചലാന കൈസേ ശുരു കിയ, എങ്ങനെയാണ് ഓട്ടോ ഓടിക്കാൻ ആരംഭിച്ചത്? ഒരു ഇന്റർവ്യൂവിന്റെ ആ ചോദ്യങ്ങൾ നോക്കൂ, എത്ര ഭംഗിയായിട്ടാണ് കൃത്യമായിട്ട് അവരത് പ്രിപ്പയർ ചെയ്ത് ചോദിക്കുന്നത് അല്ലെ. पहले 8 साल तक तो रिक्शा चलाता था चांदनी चौक में, फिर एक बहुत दयालु अमीर आदमी से मुलाकात हो गई. 1.5 साल मैंने उसकी सेवा की, उसे रोज ले जाता था, कभी एक पैसा नहीं लिया. उसने बदले में मुझे एक पुराना ऑटो ले दिया जिसे अब चलाता हूँ. അപ്പോൾ അദ്ദേഹത്തിന്റെ ബാല്യകാലത്തെ കുറിച്ച് അല്ലെങ്കിൽ ഓട്ടോറിക്ഷ ഓടിക്കാൻ തുടങ്ങിയ ഒരു കാലഘട്ടത്തെ കുറിച്ച് പറയണം. പകലെ 8 साल तक तो रिक्शा चलाता था, ആദ്യം ഒരു 8 വർഷം ഞാൻ റിക്ഷ ഓടിക്കുകയായിരുന്നു. റിക്ഷ എന്ന് പറയുമ്പോൾ ചുമ്മാ ഓട്ടോറിക്ഷ അല്ല, ഉന്തുവണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. ഡൽഹി പോലെയുള്ള പ്രദേശങ്ങളിൽ ഉന്തുവണ്ടിയിൽ സാധനങ്ങൾ ഇങ്ങനെ വെച്ച് കൊണ്ടുവരുന്ന വിൽപ്പനയൊക്കെ, അല്ലെങ്കിൽ ആൾക്കാരെ ആണെങ്കിലും കൊണ്ടുപോകുന്ന ഒരു രീതിയുണ്ട് പഴയ കാലത്ത്. ഇപ്പോൾ ഇല്ലായിരിക്കാം, പഴയ കാലത്ത് ഉണ്ടായിരുന്നു. അതാണ് റിക്ഷ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചാന്ദിനി ചൗക്കുമേം, ഓട്ടോറിക്ഷ അല്ല, ഉന്തുവണ്ടിയാണ്. അത് ഓടിച്ചിരുന്ന എവിടെയാണ്? ചാന്ദിനി ചൗക്കിലാണ് ഓടിച്ചിരുന്നത്. फिर एक बहुत दयालु अमीर आदमी से मुलाकात हो गई. പിന്നെ ഞാൻ വളരെ ദയാലുവായ നല്ല ധനമുള്ള പണക്കാരനായ ഒരു മനുഷ്യനെ കണ്ടുമുട്ടി. മുലാഖാത്ത് ഹോന എന്ന് പറഞ്ഞാൽ കണ്ടുമുട്ടുക എന്നാണ്. ഒരു പണക്കാരനെ കണ്ടുമുട്ടി. ആ പണക്കാരന്റെ പ്രത്യേകത എന്താണ്? അമീർ അവർ ദയാലു ഹേ, പണക്കാരനാണ്, ഒപ്പം തന്നെ ദയാലുവാണ്. 1.5 साल मैंने उसकी सेवा की, 1.5 വർഷത്തോളം ഞാൻ അയാൾക്ക് സേവനം ചെയ്തു. ഉസേ റോജ് ലേ ജാതാ ഥാ, അദ്ദേഹത്തെ എന്നും കൂട്ടിക്കൊണ്ട് വരുമായിരുന്നു. എന്ന് പറഞ്ഞാൽ കാറോ വാഹനോ അദ്ദേഹത്തിന്റെ ഓടിച്ചുകൊണ്ട് പോകുമായിരുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. റോജ് ലേ ജാതാ ഥാ, എന്നും കൂട്ടിക്കൊണ്ട് പോകുമായിരുന്നു. കഭി ഏക് പൈസ നഹി ലിയ, അങ്ങനെ കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ ഒരിക്കൽ പോലും ഞാൻ ഒരു പൈസ പോലും വാങ്ങിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വാഹനം ഓടിച്ചതിന്റെ പേരിൽ പൈസയൊന്നും വാങ്ങിച്ചില്ല എന്നായിരിക്കാം. ഉസ്നെ ബദലേ മേ മുझे एक पुराना ഓട്ടോ ലേ ദിയ, അപ്പോൾ ആ 1.5 വർഷക്കാലം പൈസ വാങ്ങാതെ അദ്ദേഹത്തിന് സേവനം ചെയ്തതിന്റെ പ്രതിഫലമായിട്ട് അദ്ദേഹം ഈ പഴയ ഓട്ടോ ഇദ്ദേഹത്തിന് വാങ്ങിച്ചു നൽകുകയാണ്. ജിസെ അബ് ചലാത്താഹും, ആ ഓട്ടോയാണ് ഞാനിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഉസസെ പഹലെ ക്യാ കർത്തേ ഥേ, അപ്പൊ അതിനു മുമ്പ് നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ഗാവമേ മസ്ദൂരി കർത്താ ഥാ, ഗ്രാമത്തിൽ ഞാൻ കൂലിവേല ചെയ്യുകയായിരുന്നു. ഖേത്തോമേം, അതും വയലുകളിൽ.
घर हमारा बारिशों में ढह गया था, दोबारा मैं उसे बनवा नहीं पाया, भूख मरी थी, एक दिन मैंने तय किया कि दिल्ली चले. അങ്ങനെ വയലുകളിൽ കൂലിവേല ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എന്ത് സംഭവിച്ചു? ഘർ ഹമാര ബാരിശോമേൻ ടഹുകയാഥ, ഹമാര ഘർ ബാരിശോമേൻ ടഹുകയാഥ, ഞങ്ങളുടെ വീട് മഴയത്ത് ഇടിഞ്ഞുപോയി. ടഹ്ന എന്ന് പറയുന്നത് തകരുക എന്നാണ്. ദുബാരാമേ ഉസെ ബൻമാനഹി ഭയ, രണ്ടാമത് അത് പണിയാനായിട്ട് എനിക്ക് സാധിച്ചില്ല. എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് സർക്കാരിന്റെ സഹായമൊന്നും ഇല്ലല്ലോ, സ്വന്തം കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലേ വീട് പണിയാനായിട്ട് പറ്റുള്ളൂ അല്ലെ. അപ്പൊ അതിനുള്ള കഴിവ് ഇദ്ദേഹത്തിന് ഇല്ലായിരുന്നു. ഫൂക്ക് മരീഥി എന്ന് തന്നെയല്ല, വിശന്ന് മരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു, പട്ടിണിയായിരുന്നു. ഫൂക്ക് മരീഥി എന്ന് പറഞ്ഞാൽ പട്ടിണിയായിരുന്നു. ഏക് ദിൻ മേനെ തൈക്കിയാക്കി ദില്ലി ചലെ, അങ്ങനെ ഒരു ദിവസം ഇദ്ദേഹം തീരുമാനിക്കുകയാണ് ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ഡൽഹിക്ക് പോകാം എന്ന് തീരുമാനിക്കുകയാണ്. ഉന്നാവിൽ, യു പിയിലെ ഉന്നാവിൽ നിന്നാണ് ഡൽഹിയിലേക്ക് വരുന്നത് അല്ലെ. ഗാവ് മേ കോയി ജമീൻ നഹി ഥി, ഗ്രാമത്തിൽ നിങ്ങൾക്ക് ഭൂമിയൊന്നും ഇല്ലായിരുന്നോ? സെമീൻ എന്ന് പറഞ്ഞാൽ ഭൂമി എന്നാണ്. ഭൂമിയൊന്നും ഇല്ലായിരുന്നോ? നഹി ഹമാരെ പാസ് കഭി സെമീൻ നഹി രഹി പുസ്തോമേൻ, ഇല്ല, ഞങ്ങൾക്ക് ഭൂമിയൊന്നുമില്ല, തലമുറകളായിട്ട് ഞങ്ങൾക്ക് ഭൂമിയൊന്നുമില്ല. മേരാ ബാപ് അന്ധ ഹോ ഗയാ ഥ, എന്റെ അച്ഛനാണെങ്കിൽ അന്ധനായിരുന്നു, കണ്ണു കാണാൻ പാടില്ലായിരുന്നു അദ്ദേഹത്തിന്. ജബുമേൻ 14-15 ബർസ് കാഥ, ഏകദേശം ഇദ്ദേഹത്തിന് 14-15 വയസ്സായപ്പോഴേക്കും തന്നെ അച്ഛൻ അന്ധനായി തീർന്നിരുന്നു. ഓർ ഗാവുമേ മുച്ചേ കോയി കാം നഹി മിൽതാ ഥ, ഗ്രാമത്തിൽ എനിക്ക് ജോലി ഒന്നും ലഭിച്ചിരുന്നില്ല. കോയി ദൂസര ചാര നഹി ഥ, അപ്പോൾ പിന്നെ ഡൽഹിയിലേക്ക് വരിക എന്നുള്ളതല്ലാതെ മറ്റൊരു ഉപായം എനിക്ക് ഇല്ലായിരുന്നു, മറ്റൊരു ചോയ്സ് എനിക്ക് ഇല്ലായിരുന്നു. ചാര എന്ന് പറഞ്ഞാൽ മാർഗം, മറ്റൊരു മാർഗം എനിക്ക് ഇല്ലായിരുന്നു. ലേക്കിൻ ദില്ലിക്കോ മാനാ ചാഹത്തെ, പക്ഷെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഡൽഹിക്ക് തന്നെ വരാനായിട്ട് ആഗ്രഹിച്ചത്? യു പിയിൽ നിന്ന് വേറെ സ്റ്റേറ്റിലേക്കോ അല്ലെ വേറെ പ്രദേശങ്ങളിലേക്കോ ഒക്കെ പോകാമായിരുന്നല്ലോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഗാവ് മേ മേം സിർ പർ ബോझ ഡോത്താ ഥാ, और एक रात मैंने सोचा मेरे सिर पर छत तो वैसे भी नहीं है, क्या फर्क पड़ता है कि मैं गांव के खुले में सोऊं या दिल्ली की सड़क पर. तो पहले मैं कानपुर गया, फिर वहां से दिल्ली. അതിന്റെ മറുപടിയും വളരെ രസകരമായിട്ടാണ്. ഗാവ് മേ മേം സിർ പർ ബോझ ഡോത്താ ഥാ, ആ ഗ്രാമത്തിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് തലയിൽ വെച്ച് ചുമടെടുക്കുമായിരുന്നു, എന്ന് പറഞ്ഞാൽ ചുമട്ട് ജോലിക്കും പോകുമായിരുന്നു. സിർ പർ ബോझ ഡോത്താ ഥാ, തലയിൽ ഭാരം വഹിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ ചുമട്ട് ജോലിക്കും പോകുമായിരുന്നു എന്നുള്ളതായിരിക്കും ഉദ്ദേശിക്കുന്നത്. അവർ ഏക് രാത് മേനെ സോച്ച, അങ്ങനെ ഒരു ദിവസം ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്. മേരെ സിർ പർ ഛത്തുത്തോ വൈസേ ഭി നഹി ഹൈ, എന്റെ തലയ്ക്ക് മുകളിൽ തട്ടുകളൊന്നുമില്ലല്ലോ, തലയ്ക്ക് മുകളിൽ മേൽക്കൂരയൊന്നും ഇല്ലല്ലോ. എന്ന് പറഞ്ഞാൽ എന്താണ്? സിർപ്പർ ചത്തുഹോന എന്ന് പറഞ്ഞാൽ വീടുണ്ടാവുക എന്നാണ്. മേരെ സിർപ്പർ ചത്തുത്തോ വൈസേ ഭി നഹി ഹൈ, എനിക്കിവിടെ തല ചായ്ക്കാനായിട്ട് അല്ലെങ്കിൽ എനിക്ക് തലയ്ക്ക് മുകളിൽ ഒരു വീടില്ലല്ലോ, നനയാതെ കിടക്കാനായിട്ട് ഒരു വീടില്ലല്ലോ. മേരെ സിർ പർ ഛത്ത് തോ വൈസേ ഭി നഹി ഹൈ, അങ്ങനെ ഒരെണ്ണം എനിക്കില്ലല്ലോ, വീട് എനിക്കില്ലല്ലോ. ക്യാ ഫർക്ക് പഡ്താ ഹൈ കി മേ ഗാവ് കെ ഖുലേ മേം സോവും യാ ദില്ലി കി സടക് പർ, അപ്പോൾ അദ്ദേഹം ഉറങ്ങുന്നത് ഗ്രാമത്തിലാണെങ്കിലും അദ്ദേഹം ഇപ്പോൾ ഉറങ്ങുന്നത് തുറന്ന പ്രദേശത്താണ് ഉറങ്ങുന്നത്, വീടിനുള്ളിലല്ല. കാരണം വീടുണ്ടാക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. അപ്പൊ അദ്ദേഹം ചിന്തിക്കുകയാണ്, ക്യാ ഫർക്ക് പഡ്താ ഹൈ കി മേ ഗാവ് കെ ഖുലേ മേം സോവും യാ ദില്ലി കി സടക് പർ, എന്ത് വ്യത്യാസമാണ് ഞാൻ ഈ തുറന്ന പ്രദേശത്ത് ഗ്രാമത്തിലെ ഈ തുറന്ന പ്രദേശത്ത് കിടന്നുറങ്ങുന്നതും ഡൽഹിയിലെ റോഡിൽ കിടന്നുറങ്ങുന്നതും തമ്മിൽ എന്ത് വ്യത്യാസമാണ്? സോ പഹലെ മേൻ കാൺപൂർ ഗയ, അതുകൊണ്ട് ഞാൻ ആദ്യം കാൺപൂരിലേക്ക് പോയി. ഫിർ വഹാം സെ ദില്ലി, അതിനുശേഷം ഞാൻ ഡൽഹിയിലേക്ക് വരികയാണ്. അബ് കുശ് കെ യഹാം പർ, ഇപ്പോൾ സന്തോഷമാണോ ഇവിടെ വന്നിട്ട്? पेट भरने आया था, मुझे खुशी है कि वह भर लेता हूँ और ऑटो चलाता हूँ, सिर पर बोझ उड़ाने से तो अच्छा ही है नहीं. ഉത്തരം നോക്കൂ. പേട് ഭർണ ആയാത്ത, ഞാൻ ഇവിടെ വയറു നിറച്ച് ഭക്ഷണം കഴിക്കാനാണ് വന്നത്. ഉച്ച കുച്ചി ഹേക്ക് വഹു ഭർലേത്താഹും, എനിക്ക് സന്തോഷമുണ്ട് കാരണം അതെനിക്ക് ലഭിക്കുന്നുണ്ട്. വഹു ഭർലേത്താഹും, എന്റെ വയറ് നിറയെ എനിക്ക് ഭക്ഷണം ലഭിക്കുന്നുണ്ട്. അവർ ആട്ടോ ചെല്ലാത്താഹും, ഞാനിവിടെ ഓട്ടോ ഓടിക്കുകയാണ് ചെയ്യുന്നത്. സിർപ്പർ ബോച്ചുടാനേസേത്തോ അച്ചാഹി, തലയിൽ ഭാരം ചുമക്കുന്നതിനേക്കാൾ ഞാൻ നല്ലതല്ലേ ഓട്ടോ ഓടിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആരോഗ്യമില്ലാത്ത ഒരവസ്ഥയിൽ ചുമട്ട് തൊഴിലാളിയായി ജീവിക്കുക എന്ന് പറയുന്നത് അയാളെ സംബന്ധിച്ച് നടക്കുന്ന കാര്യമല്ല അല്ലേ. ചുമടൊക്കെ എടുക്കണമെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ശരീരം വേണം. അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള ശരീരം വേണം, നല്ല ഭക്ഷണം കഴിക്കണം. അപ്പൊ അത് അയാൾക്ക് അസാധ്യമായ കാര്യമാണ്. ഓട്ടോ ആകുമ്പോൾ അത്രയ്ക്കും ബുദ്ധിമുട്ടില്ലല്ലോ എന്ന് അയാൾ പറയണം. मुझे नहीं मालूम बोझ ढोते हुए संसार कैसा दिखता है, सड़क पर सोते हुए कैसा, ऑटो में रहते हुए कैसा, मेरे पास उसके प्रश्न का कोई उत्तर नहीं. ഇവര് പറയാണ് മുച്ചെ നഹി മാലൂം ബോझ ढोते हुए संसार कैसा दिखता है,
എനിക്കറിയില്ല ഭാരം എടുക്കുന്ന ഈ ലോകം എങ്ങനെയാണ് കാണപ്പെടുന്നത്. സടക്ക് പുറ സോത്തെ ഹുയെ കൈസ, വഴിയിൽ ഉറങ്ങുന്നവരെങ്ങനെയാണ് കാണപ്പെടുന്നത്. ഓട്ടോമേം രഹത്തെ ഹുയെ കൈസ, ഓട്ടോയിൽ ജീവിക്കുന്നവരെങ്ങനെയാണ് കാണപ്പെടുന്നത്. ഇതിനെക്കുറിച്ചൊന്നും എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ ഇത്തരം ദാരിദ്ര്യപരമായ ഒരവസ്ഥകളിൽ കൂടെ ഒരിക്കലും ലേഖിക്ക് കടന്നു പോകേണ്ടി വന്നിട്ടില്ല. ഇങ്ങനെയുള്ളവരെ അധികം കണ്ടിട്ടുമില്ല. മേരെ പാസ് ഉസ്കെ പ്രശ്നക്ക കോയി ഉത്തർനഹി, എനിക്ക് അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് ഉത്തരമൊന്നുമില്ലായിരുന്നു. അതായത് തലയിൽ ചുമക്കുന്നതിലും നല്ലതല്ലേ ഓട്ടോ ഓടിക്കുന്നതെന്നാണ് അദ്ദേഹം ചോദിച്ചത്. അപ്പൊ ലേഖയ്ക്ക് ഉത്തരവില്ല. കാരണം തലയിൽ ചുമടെടുക്കുന്നവരെയും കണ്ടിട്ടില്ല, ഓട്ടോയിൽ ഉറങ്ങുന്നവരെയും കണ്ടിട്ടില്ല, വഴിയിൽ ഉറങ്ങുന്നവരെ കണ്ടിട്ടില്ല. അപ്പൊ പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് ഉത്തരം പറയുന്നത് എന്നാണ് ലേഖിക ചിന്തിക്കുന്നത്. ഓട്ടോ ചലാത്തെ ഹുയെ കൈസെ ലഗ്താ ഹെ, വീണ്ടും അടുത്ത ചോദ്യം, ഓട്ടോ ഓടിച്ചിട്ട് ഇപ്പോൾ എങ്ങനെയാണ് അനുഭവപ്പെടുന്നത്? പുതിയ അനുഭവങ്ങൾ എന്തൊക്കെയാണ്? ഓട്ടോ ബഡി മുഷ്കിൽ സവാരി ഹെ, സാരാ വക്ത് ഖട്ഖട് കർത്തി ഹെ, जवान ड्राइवरों के लिए तो ठीक है, मेरे जैसों के लिए नहीं. आपको पता है ऑटो चलाते हुए कोई मर भी सकता है और फिर सब तरफ से धुआं. मुझे तो सब अच्छा लगता है जब कोई ग्राहक किसी खुली तरफ जा रहा हो. ഓട്ടോ ഓടിക്കുമ്പോൾ എന്താണ് എങ്ങനെ അനുഭവപ്പെടുന്നുള്ള എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇത്. ഓട്ടോ ബഡി മുഷ്കിൽ സവാരി ഹെ, ഓട്ടോയിലെ യാത്ര എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള യാത്രയാണ്. സാരാ വക്ത് ഖട്ഖട് കർത്തി ഹെ, മുഴുവൻ സമയം ഖട് എന്നുള്ള ഒച്ച ഇങ്ങനെ കേൾപ്പിച്ചുകൊണ്ടേയിരിക്കും. സാധാരണ വാഹനങ്ങൾ പോലെ അല്ല അല്ലെ. ജവാൻ ഡ്രൈവറും ഗെലിയെ തൊട്ടിക്ക് ഹെ, ചെറുപ്പക്കാരായ ഡ്രൈവർമാർക്ക് അത് സാരമില്ല. മേരെ ദേശം ഗെലിയെ നഹി, പക്ഷെ എന്നെ പോലെ പ്രായമുള്ളവർക്ക് ഈ ഒച്ചയും കേട്ടുള്ള ഈ ഓട്ടോയിലെ യാത്ര അത്ര സുഖകരമല്ല. ആപ്കോ പതാ ഹെ ഓട്ടോ ചലാത്തെ ഹുയെ കോയി മർ ഭി സക്താ ഹെ, നിങ്ങൾക്കറിയാലോ ഓട്ടോ ഓടിക്കുന്നവര് ചിലർ മരിച്ചും പോകുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അപകടങ്ങൾ ഉണ്ടായി മരിച്ചു പോകുന്നതാണ് ഉദ്ദേശിക്കുന്നത്. അവർക്ക് സബ് തരഫ് തുക, ഇതിനെല്ലാം പുറമെയാണ് ഡൽഹിയിലെ മാലിന്യം അല്ലെ. ഈ വാഹനങ്ങളുടെ ആധിക്യം കാരണം ഡൽഹി മുഴുവൻ പുകയാണ്. ചില സമയങ്ങളിൽ മഞ്ഞാണോ പുകയാണോ എന്ന് തിരിച്ചറിയാൻ മേലാത്തതുപോലെ പുക ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അതുപോലെ അന്തരീക്ഷ മലിനീകരണം ഏറ്റവും കൂടുതലുള്ള ഒരു സിറ്റിയാണ് ഡൽഹി. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അവർക്കൊരു സബ് തരഫ് ധുവാം, എല്ലാ ഭാഗത്തും പുക. मुझे तो तब अच्छा लगता है जब कोई ग्राहक किसी खुली तरफ जा रहा हो, എനിക്ക് എപ്പോഴാണ് ഓട്ടോ ഓടിക്കുന്നത് ഇഷ്ടപ്പെടുന്നത്? ജബ് കോയി ഗ്രാഹക് കിസി ഖുലി തരഫ് ജാ രഹാ ഹോ, എന്റെ ഉപഭോക്താവായിട്ട് വരുന്നയാള് ഏതെങ്കിലും ഒരു തുറന്ന പ്രദേശത്തേക്കാണ് ഓട്ടം വിളിക്കുന്നതെങ്കിൽ അതാണ് എനിക്ക് കൂടുതൽ നല്ലതായിട്ട് തോന്നുന്നത്. കാരണം എന്താണ്? ഡൽഹിയിൽ നിന്നും പുറത്തേക്ക് തുറന്ന പ്രദേശത്തേക്ക് പോകുമ്പോൾ വായു കുറച്ചുകൂടെ മാലിന്യം കുറവാണ് അല്ലെ. അപ്പൊ ശുദ്ധവായു കുറച്ചൊക്കെ ശ്വസിക്കാനായിട്ട് പറ്റും. അങ്ങനെയുള്ള ഓട്ടം പോകാനാണ് ഇദ്ദേഹം കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ആപ്കി ഖാംസി ക്യാ ധൂരം കെ കാരൻ, നിങ്ങളുടെ ഈ ചുമ അത് പുക കാരണം കൊണ്ടാണോ? ഡൽഹിയിലെ മാലിന്യം കാരണം കൊണ്ടാണോ നിങ്ങളുടെ ഈ പുക? പതാ നഹീ കിസ് കാരൻ, ശായദ് ഭഗവാൻ കി സജാ ഹോ, मैं तो बस यही जानता हूं कि मैं जब धुएं में सांस लेता हूं तो मेरा भीतर तक सिकुड़ जाता है. അദ്ദേഹത്തിന്റെ മറുപടി നോക്കാം. പതാനഹിംഗിക്കാരൻ, എനിക്കറിയില്ല ഡൽഹിയിലെ പുക കാരണം കൊണ്ടാണോ മാലിന്യം കാരണം കൊണ്ടാണോ ഈ ചുമ എന്ന് എനിക്കറിയില്ല. ഷായത് ഭഗവാൻ കി സജാഹോ, ഒരുപക്ഷെ ഇത് ഭഗവാൻ എന്നെ ശിക്ഷിച്ചതായിരിക്കാം. मैं तो बस यही जानता हूं कि मैं जब धुएं में सांस लेता हूं तो मेरा भीतर तक सिकुड़ जाता है. എനിക്ക് ഒരു കാര്യം അറിയാം, പുക കൂടുതലുള്ള പ്രദേശത്ത് നിന്ന് ഞാൻ ശ്വാസം എടുക്കുമ്പോൾ എന്റെ ഉള്ളിന്റെ ഉള്ളുവരെ ചുരുങ്ങുന്നതായിട്ട്, ഭീത്തർ തക് സികുड़ जाता है, ഉള്ളുവരെ ചുരുങ്ങിപ്പോകുന്നു എന്ന് പറഞ്ഞാൽ ശ്വാസം പുറത്തേക്ക് എടുക്കാനായിട്ട്, ശ്വാസം അകത്തേക്ക് എടുക്കാനായിട്ട് അദ്ദേഹത്തിന് വളരെ ബുദ്ധിമുട്ടാണ് ഈ പുകയുള്ള സമയത്ത്. അപ്പോൾ കൂടുതൽ ചുമ വരും. അതാണ് മേരാ ഭീത്തർ തക് സികുड़ जाता है, എന്റെ ഉള്ളു വരെ ചുരുങ്ങിപ്പോകുന്നു, എന്റെ ഹൃദയം വരെ ചുരുങ്ങിപ്പോകുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഉമ്ർ ക്യാ ഹോഗി ആപ്കി, നിങ്ങളുടെ പ്രായം എത്രയാണ്? ക്യാ പത, അതിന് ഉത്തരം എന്താണ്? ആർക്കറിയാം. നമ്മൾ മലയാളത്തിൽ പറയില്ലേ ക്യാ പത, ആർക്കറിയാം, അറിയില്ല. ഷായത് 50 സാൽ, ഒരുപക്ഷെ ഒരു 50 വയസ്സ് ആയിരിക്കാം. ബസ് ഇത്തന യാദ് ഹേ കി സൻ 62 പാഞ്ചുവേമേം പഠിച്ചാ. എനിക്ക് ഇത്രേ ഓർമ്മയുള്ളൂ. അതായത് 1962 ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു. സൻ 62 62 എന്ന് പറഞ്ഞാൽ 62 മേം 5वें പഠിച്ചാ, ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു. और स्कूल जाना मैंने 8 साल की उम्र में शुरू किया था. സ്കൂളിൽ പോകാൻ തുടങ്ങിയതോ ഞാൻ 8 വയസ്സായപ്പോഴാണ് സ്കൂളിൽ പോകാൻ തുടങ്ങിയത്. എന്ന് പറഞ്ഞാൽ
അദ്ദേഹത്തിന് 8 വയസ്സായപ്പോഴാണ് സ്കൂളിൽ പോകാൻ തുടങ്ങിയത്. 62-ൽ 5-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രായം ഏകദേശം ഊഹിക്കാം അല്ലെ. മേ ഹിസാബ് ലഗാത്തി ഹും, ഞാൻ ഉടനെ കണക്ക് കൂട്ടാൻ തുടങ്ങി. मेरे हिसाब से उसे 40 के ऊपर नहीं होना चाहिए, तब क्या उसकी थकान के सब साल उसमें जुड़ गए हैं. കണക്ക് കൂട്ടി നോക്കുമ്പോൾ ഇവര് പറയാണ് മേ ഹിസാബ് ലഗാത്തി ഹും, ഞാൻ ഇപ്പോൾ കണക്കൊന്ന് നോക്കി. മേരെ ഹിസാബ് സെ ഉസെ 40 के ऊपर नहीं होना चाहिए, എന്റെ കണക്കനുസരിച്ച് അദ്ദേഹത്തിന് ഒരു 40-ൽ കൂടുതൽ ഇല്ല. തബ് ക്യാ ഉസ്കി थकान के सब साल उसमें जुड़ गए हैं, ചോദിക്കുക അദ്ദേഹത്തിന്റെ ഈ ക്ഷീണത്തിന്റെ എല്ലാ വർഷവും അദ്ദേഹത്തിന്റെ വയസ്സിന്റെ കൂടെ അദ്ദേഹം കൂടുതൽ കൂട്ടി പറഞ്ഞതാണോ എന്ന് പറഞ്ഞാൽ 14 വർഷം ആയി ഡൽഹിയിൽ വന്ന് ഓട്ടോ ഓടിക്കാൻ തുടങ്ങി. ആ 14 വർഷം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ക്ഷീണത്തിന്റെ മടുപ്പിന്റെ വർഷങ്ങളാണ് അല്ലെ. അപ്പൊ അതും കൂടെ കൂട്ടിയാണോ അദ്ദേഹം വയസ്സ് പറഞ്ഞത് എന്ന് ലേഖിക സംശയിക്കുകയാണ്. അതായത് ഏകദേശം 38 വയസ്സൊക്കെ ലേഖികയുടെ 36 മുതൽ 40 വയസ്സ് അതിനിടയിലുള്ള ഒരു വയസ്സാണ് ലേഖികയുടെ മനസ്സിൽ വരുന്നത്. 50 എന്ന് പറഞ്ഞപ്പോൾ ഈ 14 വർഷവും കൂടെ, ഈ ക്ഷീണത്തിന്റെ ഈ 14 വർഷവും കൂടെ അദ്ദേഹം യഥാർത്ഥ വയസ്സിന്റെ കൂടെ കൂടുതൽ കൂട്ടി പറഞ്ഞതാണോ എന്ന് ലേഖിക സംശയിക്കുകയാണ്. തബ് ക്യാ ഉസ്കി थकान के सब साल उसमें जुड़ गए हैं. आपके लिए एक अच्छा दिन होता है. ലേഖിക പറയാണ് ആപ്കെ ലിയെ एक अच्छा दिन क्या होता है, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു ദിവസം ഏതായിരുന്നു നിങ്ങളുടെ ജീവിതത്തിലെ ഒരു നല്ല ദിവസം. अच्छा दिन कहते ही मेरे मुंह में पानी भर आता है. वर्षा में धुल रहे पत्ते, भीगी भीगी हवा, अधगीली सड़कें, सब आंखों के सामने घूम जाते हैं. പണക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസം എന്ന് പറയുമ്പോൾ നല്ല ഭക്ഷണം കിട്ടുന്നത് അല്ലെങ്കിൽ ദൂരെ എവിടെയെങ്കിലും സവാരി പോകുന്ന ദിവസങ്ങളൊക്കെയാണ് നല്ല ദിവസങ്ങൾ അല്ലെ. അതുകൊണ്ട് തന്നെ അച്ഛാ ദിൻ, നല്ല ദിവസം എന്ന് പറഞ്ഞത് ലേഖികയുടെ വായിൽ കൂടെ വെള്ളം വരുവാണ്. എന്ന് പറഞ്ഞാൽ നല്ല ഭക്ഷണ സാധനങ്ങൾ അവരുടെ ഓർമ്മയിലേക്ക് വരുന്നു. മേരെ മുഹമേം പാനി പറത്താഹേ, എന്റെ വായിൽ വെള്ളം നിറഞ്ഞു എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല ഭക്ഷണ സാധനങ്ങളെ കുറിച്ച് ഓർമ്മ വന്നു. വർഷാമയം ധുൽ രഹേ പത്തേ, മഴയിൽ നനഞ്ഞിരിക്കുന്ന ഇലകൾ, ഭീഗി ഭീഗി ഹവ, നല്ല നനഞ്ഞ കാറ്റ്, അധഗീലി സടക്കേം, പകുതി നനഞ്ഞ വഴികൾ, സബ് ആങ്കോങ്കെ സാമനെ ഘൂം ജാത്തേ ഹേ, യാത്രയ്ക്ക് പോകുമ്പോൾ കാണുന്ന ദൃശ്യങ്ങളാണ് ഇവയൊക്കെ അല്ലെ. ഈ ദൃശ്യങ്ങളെല്ലാം എന്റെ കണ്ണുകൾക്ക് മുമ്പിൽ ഇങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരുന്നു. मुझे नहीं मालूम अच्छा दिन क्या होता है, 2 वक्त की रोटी मिल जाए ഗനീമത്ത് ഹേ. എന്നാൽ അദ്ദേഹത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കൂ. മുझे नहीं मालूम अच्छा दिन क्या होता है, എനിക്കറിയില്ല ഈ നല്ല ദിവസം എന്ന് പറയുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. 2 വക്ത് की रोटी मिल जाए ഗനീമത്ത് ഹേ, എനിക്ക് 2 നേരവും ഭക്ഷണം കിട്ടിയാൽ അത് തന്നെയാണ് സന്തോഷകരമായ കാര്യം. ഗനീമത്ത് എന്ന് പറഞ്ഞാൽ ഖുഷി കി ബാത്ത് എന്നാണ്, സന്തോഷകരമായ കാര്യം. ചോദ്യം കൊടുത്തിരിക്കുന്നു 2 വക്ത് की रोटी मिल जाए ഗനീമത്ത് ഹേ, इसका धन पर आपका विचार क्या है. ഈ ഒരു പറച്ചിലിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകുന്നത് എന്ന് പറഞ്ഞാൽ 2 നേരത്തെ ഭക്ഷണം പോലും അദ്ദേഹത്തിന് തികച്ചും കിട്ടുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലെ. 2 നേരത്തെ ഭക്ഷണം തികച്ചു കിട്ടിയാൽ സന്തോഷമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതുപോലും അദ്ദേഹത്തിന് ലഭിക്കുന്നില്ല. മേര പഹലാ പാഠ് ഹേ, हम एक ही शहर में रहते हुए 2 अलग अलग मौसमों में रहते हैं, अन्न और भूख के मौसम में, घर और बेकरी के मौसम में. ഇനി ലേഖിക ആ സംസ്മരണം അവസാനിപ്പിച്ചിരിക്കുന്നത് എത്ര മനോഹരമായ വാക്കുകളിൽ കൂടെയാണെന്ന് നോക്കൂ. ഇത് മേര പഹലാ പാഠേ, ഇതെന്റെ ജീവിതത്തിലെ ആദ്യത്തെ പാഠമാണ്. എന്താണ് ആ പാഠം? ഹം एक ही शहर में रहते हुए 2 अलग अलग मौसमों में रहते हैं. ഞങ്ങൾ ഒരേ പട്ടണത്തിലാണ് ജീവിക്കുന്നത്. ഡൽഹിയിലാണ് അവരും ജനിച്ചു വളർന്നത് അല്ലെ. एक ही शहर में रहते हुए, ഒരേ പട്ടണത്തിൽ ജീവിച്ചുകൊണ്ട് തന്നെ 2 अलग अलग मौसमों में रहते हैं, 2 തരം കാലാവസ്ഥയിലാണ് ജീവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്? പുറത്തെ കാറ്റും തണുപ്പും ചൂടും പൊടിയും പുകയും എല്ലാം സഹിച്ച് ആ കാലാവസ്ഥയിലാണ് രാജാറാം ജീവിക്കുന്നത്. എന്നാൽ ലേഖിക ജീവിക്കുന്നത് നല്ല അതിമനോഹരമായ വീടിന്റെ ഉള്ളിൽ AC-യിലാണ്, AC സൗകര്യങ്ങളോട് കൂടിയാണ് ജീവിക്കുന്നത്. ഇതാണ് 2 കാലാവസ്ഥകൾ എന്ന് പറയുന്നത്. അന്ന ഓർ ഭൂഖിക്കെ മൗസമേ, ഒന്ന് ഇഷ്ടംപോലെ ഭക്ഷണമുള്ള കാലാവസ്ഥ, മറ്റൊന്ന് ഭൂക്ക്, വിശപ്പിന്റെ കാലാവസ്ഥ. എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ഭക്ഷണമുണ്ട് ലേഖികയ്ക്ക് അല്ലെ. അതാണ് ലേഖികയെ സംബന്ധിച്ച് ജീവിതം എന്ന് പറയുന്നത്. എന്നാൽ ഈ ഓട്ടോക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഏത് കാലാവസ്ഥയിലാണ്? ഭൂക്കൊക്കെ മൗസമേ, വിശപ്പ് എന്ന് പറയുന്ന കാലാവസ്ഥയിലാണ്.
ഇനി അടുത്തതോ ഘർ ഔർ ബേക്കരി കെ മൗസമേ, എനിക്ക് എല്ലാവരും സൗകര്യങ്ങളോടും കൂടിയ വീട് എന്ന് പറയുന്ന അവസ്ഥയുണ്ട്, ആ ഒരു കാലാവസ്ഥയുണ്ട്, വീടെന്ന് പറയുന്ന അവസ്ഥയുണ്ട്. അവർ ബേക്കരി കെ മൗസമേ, എന്നാൽ രാജാറാമിനോ ബേക്കരി, അയാൾ ജീവിക്കുന്നത് വീടില്ലാത്ത കാലാവസ്ഥയിലാണ്. വീടുള്ള കാലാവസ്ഥയും വീടില്ലാത്ത കാലാവസ്ഥയും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട് അല്ലേ. അപ്പോൾ ലേസിക ജീവിക്കുന്നത് വീടുള്ള ഒരു കാലാവസ്ഥയിലാണ്, രാജാറാം ജീവിക്കുന്നത് വീടില്ലാത്ത ഒരു കാലാവസ്ഥയിലാണ്. അതായത് ഒരേ പട്ടണത്തിൽ ജീവിച്ചുകൊണ്ട് രണ്ടു തരം ജീവിതമാണ് പല ആൾക്കാരും അനുഭവപ്പെടുന്നത്. പണക്കാരായിട്ടുള്ളവര് ഒരു തരത്തിൽ ജീവിക്കുന്നു, പാവപ്പെട്ടവരായിട്ടുള്ളവര് മറ്റൊരു തരത്തിൽ ജീവിക്കുന്നു. ഇതാണ് സൂചിപ്പിക്കുന്നത്. ആ മേക്ക് शहर में रहते हुए अलग मौसमों में रहते हैं, अन्न और भूख के मौसम में, घर और बेकरी के मौसम में, इस कथन का आपका विचार क्या है? ഒരേ പട്ടണത്തിൽ താമസിച്ചുകൊണ്ട് രണ്ടു തരം കാലാവസ്ഥയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഒന്ന് വിശപ്പിന്റെയും ഭക്ഷണത്തിന്റെയും കാലാവസ്ഥ, മറ്റൊന്ന് വീടുള്ള അവസ്ഥയും വീടില്ലാത്ത അവസ്ഥയും. ഈ രണ്ടു തരം കാലാവസ്ഥയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. പ്രിയ കുട്ടികളെ, വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുമല്ലോ. നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി പറയുന്നു. ഈ പാഠത്തിന്റെ ക്വസ്റ്റ്യൻ ആൻസറുമായിട്ട് ഞാൻ ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു ഓൾ. मस्ती भरी है बातें ये प्यारी, सीखे मिलकर नए नए रंग, हर दिन नए सपने हम संग.